നമസ്കാരം. തൃശൂരിൽ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് റോഡിൽ വീണ് ബസ് കയറി മരിച്ചു. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അമ്മ പത്മിനി ചികിത്സയിലാണ്. മഴ ശക്തിപ്പെട്ടതോടെ സംസ്ഥാനത്ത് റോഡുകൾ പലതും തകർന്ന നിലയിലാണ്. അതിന് പണി നടക്കുന്ന ദേശീയപാതയെന്നോ സംസ്ഥാന പാതയെന്നോ പ്രാദേശിക റോഡുകളെന്നോ ഉള്ള വ്യത്യാസമില്ല. റോഡുകളുടെ ശോച്യാവസ്ഥ മൂലമുള്ള അപകടങ്ങൾ ദിനം പ്രതി കൂടുകയാണ്. ജനജീവിതം ദുഷ്കരമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വഴി നീളെ കുഴിയോ? ഈ ചർച്ചയിൽ പ്രിയ പ്രിയ, ഈ കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് കോഴിക്കോട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയ പാതയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച സ്വിഗ്ഗി ജീവനക്കാരനായ രഞ്ജിത്തിൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ TR ഹരിഹരൻ, അദ്ദേഹം തൃശ്ശൂർ നിവാസിയാണ്. ഈ റോഡിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച്, ഇന്ന് അപകടം നടന്ന റോഡിൻ്റെ ശോച്യാവസ്ഥയ്ക്ക് നേരിട്ട് സാക്ഷിയായിട്ടുള്ള ആളാണ്. MS രാജേഷ് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹം അധ്യാപകനാണ്. നിരന്തരം ഈ റോഡിലെ ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. ഒപ്പം ശ്രീ ദിജോ കാപ്പൻ ആക്ടിവിസ്റ്റാണ്. ഉപേന്ദ്ര നാരായൺ റോഡ് സുരക്ഷാ വിദഗ്ധനാണ്. MK ഹരിദാസ് പ്രോപ്പർ ചാനലിൻ്റെ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകനാണ്. ആദ്യം ശ്രീ TR ഹരിഹരൻ, വളരെ ദാരുണമായ അപകടമാണ് ഇന്ന് MG റോഡിൽ നടന്നത്. ഇപ്പോൾ ആ റോഡിലെ കുഴി മെറ്റലൊക്കെ ഉപയോഗിച്ച് കുറച്ച് നികത്തിയിരിക്കുന്നത് കാണാം. ആ കുഴി പെട്ടെന്ന് കണ്ട് വെട്ടിച്ചപ്പോൾ റോഡിലേക്ക് മറിഞ്ഞു വീണു. അപ്പോൾ പുറകിൽ വന്ന ബസ് കയറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് 100 മീറ്റർ പരിസരത്ത് തന്നെ കഴിഞ്ഞ 6 മാസം മുൻപ് സമാനമായ വിധത്തിലൊരു അപകടം ഉണ്ടായതായി ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ റോഡിൻ്റെ തകരാറ് കൊണ്ടുള്ള പ്രശ്നം, ഇതുപോലെയുള്ള അപകടങ്ങൾ അവിടെ നിരന്തരമായി ഉണ്ടാവുന്നതാണോ? അദ്ദേഹത്തിൻ്റെ കണക്ടിവിറ്റി ശരിയല്ല. അത് ശരിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ ദിജോ കാപ്പൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോഡുകൾക്കിപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയെന്നോ പ്രാദേശിക റോഡുകളെന്നോ അല്ലെങ്കിൽ PWDയുടെ റോഡുകളെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ല. ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിലെ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള റോഡാണ്. ഈ റോഡിൽ തന്നെ അപകടം, അതായത് സമാനമായ സാഹചര്യത്തിൽ കുഴി മൂലമുള്ള അപകടം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ദേശീയപാത നമുക്കറിയാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആളുകൾക്ക് വഴി യാത്ര ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എവിടെയാണ് കുഴി? പ്രത്യേകിച്ച് ഇപ്പോൾ മഴ ആയി വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എപ്പോൾ അപകടം എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത അവസ്ഥയുമാണ്. ഇതെല്ലാ കാലവർഷകാലത്തും ഇങ്ങനെയാണ് എന്നുള്ള ഒരു പൊതു ന്യായീകരണത്തിനപ്പുറത്ത് ജനങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിൽ റോഡിലൂടെ നടക്കണമെന്നുള്ളത് അവകാശമാണല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ഹലോ ഹലോ പറഞ്ഞോളൂ. പറയാമല്ലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഹലോ, അതായത് നമ്മുടെ കേരളത്തിലെ റോഡ് അപകടങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ, അല്ലെ ഒന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ 4-5 പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്. 2, റോഡുകളുടെ പോരായ്മ. 3, കാൽനട യാത്രക്കാർക്ക് വേണ്ട ഫുട്പാത്ത് കേരളത്തിൽ വളരെ ചുരുക്കമാണ്. പിന്നെ ശരിയായ ഡ്രൈവിംഗ് സംസ്കാരം എന്നെ പോലെയുള്ള ആളുകൾക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമിത വേഗത, മദ്യപിച്ച് വാഹനം ഓടിക്കുക, അതുപോലെ തന്നെ വാഹനങ്ങളുടെ പെരുപ്പം വലിയൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ റോഡിലെ തെറ്റായ പാർക്കിങ്, പിന്നെ റോഡിൽ നിൽക്കുന്ന പോസ്റ്റുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, ഡ്രൈവിംഗ് പോസ്റ്റുകൾ, ഇതൊക്കെയാണ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ. ഇപ്പം അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ ടെക്നോളജി വികസിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിൽ BMBC ടാറിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ആ പഴയ പരമ്പരാഗത രീതിയിലുള്ള സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റിലാണെങ്കിൽ റോഡിൻ്റെ ടാറിങ്ങിൻ്റെ കനം വളരെ കുറവാണ്. അപ്പം കുഴിയുടെ വലിപ്പം കൂടും. അതേസമയം BMBC ടാറിങ്ങിൽ കുഴിയുടെ ആഴം കൂടുതലാണ്. അതായത് ടാറിങ്ങിനുള്ള മെറ്റീരിയൽ അവിടെ കൂടുതലാണ്. ഇവിടെയൊക്കെ മെഷീൻ ടാറിങ്ങിൽ അപ്പോഴത്തേന് ഈ കുഴി വളരെ വലുതാണ്. കുഴി ചെറുതും അതിൻ്റെ വിസ്തൃതി ചെറുതും ആഴം കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഴികളിൽ വീഴുന്ന വാഹനം എന്തായാലും തെറിച്ചു പോകും. മറ്റൊരു കുഴിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വെട്ടിച്ചു പോകുന്ന ഒരു ഡ്രൈവർക്ക് വേണമെങ്കിൽ ആ കുഴിയിൽ കയറി ഇറങ്ങി പോകാൻ കഴിയും. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ PWD ആണെങ്കിലും NH ഒക്കെ ആണെങ്കിലും ഇതിന് മെയിൻ്റനൻസിന് കൊടുക്കുന്ന കോൺട്രാക്ടർ, അല്ലെങ്കിൽ ആദ്യത്തെ 5 കൊല്ലം ഗ്യാരണ്ടി പീരീഡാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർക്കിതിൻ്റെ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്നുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ലേബർ കോസ്റ്റൊക്കെ കൂടുന്നത് കൊണ്ട് കുഴികളുടെ എണ്ണം കൂടാൻ അവർ നോക്കിയിരിക്കും. കോൺട്രാക്ടർക്ക് മുതലാകണമല്ലോ. അതേസമയം ഓരോ കുഴി വരുമ്പോൾ തന്നെ അത് അടയ്ക്കാൻ ഒരു സൗകര്യമുണ്ടായിരുന്നു. നമ്മളൊരു 10-30 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ NMR എന്ന് പറഞ്ഞ തൊഴിലാളികളുണ്ടായിരുന്നു PWDയിൽ. അവർ നമുക്കറിയാം രാവിലെ മുതൽ നമ്മൾ റെയിൽവേ ട്രാക്കിൽ കൂടെ ഇവർ ആണി മുറുക്കുന്നത് പോലെ ഇവർ നടന്ന ഒരു ബക്കറ്റിനകത്ത്
ടാറും കുഴച്ചതും ഈ മെറ്റീരിയലും എല്ലാം കൂടെ കുഴച്ചത് കൊണ്ടുവന്നിട്ട് ഈ കുഴികൾ അടച്ചു പോകുമായിരുന്നു. ഇപ്പോൾ അവർ NMR എന്ന് പറഞ്ഞൊരു തസ്തികയില്ല. അപ്പോൾ അതിന് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ അടിയന്തരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പെർഫോമൻസ് കോൺട്രാക്റ്റ് തന്നെ വരണം, നമ്മുടെ ജീവൻ അപകടത്തിലാവാതിരിക്കാൻ. നമുക്കറിയാം കൂടുതലും 2 വീലറിൽ യാത്ര ചെയ്യുന്നത് വളരെ ചെറുപ്പക്കാരായ ആളുകളാണ്. ആ ചെറുപ്പക്കാരെ നഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയെ നയിക്കേണ്ട ആളുകളാണ്. ഈ അപകടത്തിൽപ്പെട്ട ആളും ഇന്നിപ്പോൾ ഞാൻ ഒരു വിഷ്വൽ മുമ്പ് കണ്ടു. പത്തനംതിട്ടയിലേക്ക് ഒരു പോലീസ് വണ്ടി ഒരു പ്രതിയുമായി പോവുക. പോലീസ് വണ്ടിയുടെ ബാക്കിലെ ടയർ ക്ലീൻ ഷേവാണ്, അതിൻ്റെ ഫ്രണ്ട് ടയറിന് കട്ടയുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ചിലപ്പം പോലീസിന് മെയിൻ്റനൻസിനുള്ള പൈസ കൊടുക്കാത്തത് കൊണ്ട് വാങ്ങിയതായിരിക്കില്ല. ഈ മഴക്കാലത്ത് പോലീസ് വണ്ടിയാണെന്നുള്ളത് ആ ടയറിനും റോഡിനും അറിയത്തില്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ ചവിട്ടിയാൽ തെറ്റിപ്പോവും. പണ്ടൊക്കെ അപകടമുണ്ടാകുന്നത് ജൂൺ മാസങ്ങളിലായിരുന്നു. ഞങ്ങൾ പണ്ടൊരു പഠനം നടത്തിയപ്പം അതിൻ്റെ കാരണം ഈ ചൂടുള്ള ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ഈ ഡീസൽ ടാങ്ക് അടയ്ക്കാതെ പ്രത്യേകിച്ച് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ വാഹന ഡീസൽ ഇങ്ങനെ ഈ വളവുകളിൽ വീണ് കിടക്കും. അപ്പോൾ അത് മഴക്കാലം ആകുമ്പോഴത്തേനും ഈ വേനൽക്കാലത്തെ ചൂടും ഇതും കൂടെ കൂടിയിട്ട് അവിടെ എല്ലാം ഈ വാഹനം സ്കിഡ് ചെയ്യും. അപ്പോൾ സ്കിഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ ടയറിന് കട്ടയില്ലെങ്കിൽ നിർബന്ധമായിട്ടും ആ വണ്ടി സ്കിഡ് ചെയ്തു പോകും. അപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പെനാൽറ്റി അടിക്കുന്നത് അവിടുത്തെ ടയർ കണ്ടീഷനാണ്. അവരത് അളക്കും. ആ ടയറിന് ഇത്രമാത്രം കട്ടയില്ലെങ്കിൽ ആ ടയർ മേടിക്കുന്നതിൻ്റെ 3 ഇരട്ടി പൈസ പെനാൽറ്റി ആവും. അപ്പോൾ അങ്ങനെ പെനാൽറ്റി വരും എന്നുള്ളത് കൊണ്ട് എല്ലാ ഡ്രൈവർമാരും കൃത്യമായി യഥാസമയം വണ്ടിയുടെ ടയർ പ്രോപ്പറായി മാറിയിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പക്കാരായ ആളുകളോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ നാട്ടിൽ കൂടിയാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു മരണ വീട്ടിൽ കയറി പോകുമ്പം ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ പുറകിലാണ് ഞാൻ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്ത്. അപ്പോഴത്തേനും കട്ട ടയറാണ് ബൈക്കിൻ്റെ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ ആ വണ്ടിയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു, നമുക്ക് ആ പയ്യനെ വിളിച്ചിട്ട് പറയണം, മോനെ ഇങ്ങനത്തെ വണ്ടി ഓടിക്കരുത് എന്ന് പറയാം. നാളുകളിൽ നമ്മളൊരു വാർത്ത വായിക്കണ്ടല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ മരിച്ച വീട്ടിൽ കയറിയിട്ടിങ്ങനെ ഇറങ്ങി വരുമ്പം ഈ പയ്യൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ പുറകിലോട്ട് അവൻ്റെ അമ്മ കയറിയിരിക്കുക, ഈ അപകടം ഉണ്ടായ പോലെ. അപ്പം ഞാൻ പയ്യൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മകനെ എനിക്കൊരു കാര്യം പറയണം, പിണങ്ങരുത്. എന്താ ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ആ പയ്യനോർത്ത് എൻ്റെ വണ്ടിയുടെ മുന്നേ പാർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് നിന്നെപ്പോലെ പ്രായമുള്ള 2 മക്കളുണ്ട്, അപ്പം അവരും ബൈക്ക് ഓടിക്കുന്നവരാണ്, ഈ വണ്ടിയുടെ ടയറിൻ്റെ കട്ട കണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അത് ഞാൻ ഉടനെ മാറും എന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല മോൻ മാത്രമല്ല അമ്മയും കൂടെ വരും. ഇപ്പം ചിലപ്പം എന്നോട് തിരിച്ചു ചോദിക്കും, തനിക്ക് എന്നാന്ന് ചോദിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഇക്കാര്യത്തിലൊക്കെ ചെറിയൊരു നിരീക്ഷണം പഠിക്കുന്ന ഒരാളായതുകൊണ്ട് പറയാമെന്ന് പറഞ്ഞു. കാരണം ഈ പയ്യൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും കാലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ അമ്മയെ കൊണ്ടേ വിട്ട് കഴിഞ്ഞാൽ ഉടൻ ചെയ്യാൻ പോകുന്ന ഈ ടയർ മാറുക എന്നുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ബോധവൽക്കരണത്തിൻ്റെയും കൂടെ പ്രശ്നമാണ്. ആ ബോധവൽക്കരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ടത് സ്കൂളുകളിലും കോളേജുകളിൽ നിന്നും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ ബൈക്ക് മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ആ ബൈക്ക് മേടിച്ചു കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ചുമതല തീർന്നില്ല. അതിൻ്റെ കാലാകാലങ്ങളിൽ അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷനും അതിന് ഇൻഷുറൻസ് ഉണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ ആലോചിക്കണം. നമ്മുടെ കേരളത്തിൽ എനിക്കറിയാം പല ആളുകളും അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പീരീഡ് കഴിഞ്ഞു പോയതാണെന്നും അവൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ എടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ. ഇന്ന് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ആൾ മരിച്ചിട്ട് കോമ്പൻസേഷൻ കിട്ടുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നാലും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞിരിക്കുക, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പക്കായാണോ എന്ന് നോക്കണം, നമ്മുടെ ഇൻഷുറൻസ് പക്കായാണോ എന്ന് നോക്കണം, നമ്മുടെ ടയർ കണ്ടീഷൻ പക്കായാണോ എന്ന് നോക്കണം. ഈ വണ്ടിയുടെ കണ്ടീഷൻ കൂടി ഇപ്പം ഞാനൊക്കെ വണ്ടി ഓടിക്കുന്ന കാലഘട്ടങ്ങളിൽ ആദ്യമേ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ബോണറ്റ് തുറന്ന് ഓയിലുണ്ടോ, ഇഞ്ചൻ വെള്ളമുണ്ടോ ബാറ്ററിക്കകത്തുനിന്നൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഈ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ തന്നെ തെളിയുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു പരിശോധനയൊന്നുമില്ല. അതുകൊണ്ട് ടയറും നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മഴക്കാലങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, പോലീസ് വണ്ടി പറഞ്ഞു ഇന്നിപ്പം ഒരു 4-5 മണിക്കൂർ മുമ്പ്. അപ്പം പോലീസ് വണ്ടി എന്നല്ല ഏത് വണ്ടിയും ഗ്രിപ്പില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മഴക്കാലത്ത് കിട്ടിയാൽ കിട്ടില്ല. മാത്രമല്ല 2 വീലറിനുള്ള അപകടം അത് 2 സെൻറ്റിമീറ്ററിലാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചില ബൈക്ക് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ ആളുകൾ കമൻ്റൊക്കെ പറയാം മരിച്ചറിയിച്ച് പോവുകയാണെന്ന്. എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, അങ്ങനെ പോകരുത്. നിങ്ങളുടെ ജീവൻ വിലപ്പെട്ട ജീവനാണ്. അപ്പം വാഹനങ്ങളുടെ കപ്പാസിറ്റിയും റോഡിൻ്റെ കപ്പാസിറ്റിയും മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ജീവൻ വിലപ്പെട്ടതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ വേണം ചെറുപ്പക്കാരായ എൻ്റെ കൊച്ചനുജന്മാരും അനിയന്മാരും. ഇപ്പം ഞാനൊരു ചെറുപ്പക്കാരൻ മരിച്ചതുകൊണ്ട് ഞാനിത് പറയുന്നത്, വണ്ടി ഓടിക്കാൻ അത് പ്രായം ചെന്നവരാണെങ്കിലും പ്രായം ചെന്നവർക്ക് അപകടമുണ്ടായത് റോഡിന്റെ കണ്ടീഷനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നത്. മഴക്കാലമാണ്, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട ജാഗ്രതയാണ്. പ്രിയ, കുറച്ചുനാൾ മുമ്പാണ് രഞ്ജിത്ത് സ്വിഗ്ഗി ഭക്ഷണ വിതരണത്തിന് പോയ വഴി രാത്രി അപകടത്തിൽപ്പെടുകയും ദാരുണമായൊരു അപകടം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. അന്ന് കേസൊക്കെ എടുത്തിരുന്നു. റോഡ്
ആണ് ഈ അപകടത്തിലെ മുഖ്യ കാരണം എന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ എവിടെയാണ്? നഷ്ടപരിഹാരം വല്ലതും കിട്ടിയോ? ഹലോ, പറഞ്ഞോളൂ. നഷ്ടപരിഹാരം തുകയായിട്ട് ഇവർ കോൺട്രാക്ടേഴ്സ് വന്നിട്ടൊരു 3 lakhs ഇനീഷ്യൽ പേയ്മെൻറ്റ് എന്നുള്ള മാതിരി തന്നു എന്നല്ലാതെ വേറൊരു തുക ഒന്നും തന്നിട്ടില്ല. അപ്പം കേസിനായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. കേസ് DLSൻ്റെ സഹായത്തോട് കേസിന് പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോട് തന്നെ കേസ് നൽകാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് അപകടം ഉണ്ടായത് ഈ ചേവരമ്പലത്ത് ബൈപ്പാസ് ജംഗ്ഷനിൽ വെള്ളം, ഒരു വലിയ കുഴി, അതിൽ വെള്ളം നിറഞ്ഞ് കിടന്നതുകൊണ്ട് അറിയാൻ പറ്റുമായിരുന്നില്ല, ആർക്കും അറിയാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ സംഭവിച്ച ഒരു അപകടമാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളുടെയൊക്കെ, അതായത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു തുടങ്ങിയ പരിശോധനയൊക്കെ കേസെടുത്ത വേളയിൽ നടത്തിയിരുന്നോ? വെള്ളം നിറഞ്ഞ് കിടന്നത് കൊണ്ട് കാണാണ്ടായ കുഴിയല്ല അത്. ഹൈവേ കൺസ്ട്രക്ഷൻ കാരണം അവിടെ ഒരു ജംഗ്ഷൻ വന്നപ്പം ചെറിയ ഡീവിയേഷൻ വന്നു. മുന്നേ റോഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് റോഡ് കുറച്ച് മാറി. അപ്പം മുന്നേ സഞ്ചരിച്ച ഒരാൾക്ക് അയാളുടെ കണക്ക് പ്രകാരം അത് റോഡാണ്, സ്ട്രെയിറ്റ് റോഡാണ്. അത് റോഡല്ലാന്ന് രാത്രിയിൽ കൃത്യമായ വെളിച്ചമൊന്നുമില്ലെങ്കിൽ മുന്നേ പോയിരുന്ന ആളുകളാണെങ്കിൽ ആ വഴിക്ക് തന്നെ പോകും. എൻ്റെ ഹസ്ബൻഡിന് അപകടം സംഭവിക്കുന്നതിൻ്റെ ഒരു മാസം മുന്നേ ആ പരിസരത്ത് താമസിക്കുന്ന ഒരാൾ അതേ കുഴിയിൽ വീണിട്ട്, അത് രാത്രിയായിരുന്നില്ല, ഒരു സന്ധ്യയോടെ അടുത്തിട്ട് ആയിരുന്നു. അപ്പം വീണിട്ട് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ അപകടം നടന്ന സമയത്ത് പേപ്പറിൽ ന്യൂസ് ഞാൻ കണ്ടതാണ്. അതിൽ അദ്ദേഹത്തിന് പരിക്കുകളിൽ നിന്നും മുക്തനായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പരിക്ക് പറ്റി കിടക്കുന്ന അവസ്ഥയായിരുന്നു. അത് അതേ പരിസരവാസിയാണ്. ആ സമയത്ത് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ബാരിക്കേഡ് വെക്കണം, കൃത്യമായിട്ട് ബാരിക്കേഡ് വെക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഇവരൊന്നും ചെയ്തിട്ടില്ല. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചിരുന്നു, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും കോൺട്രാക്ടേഴ്സിൻ്റെയൊക്കെ. അപ്പം വാട്ടർ ബാരിക്കേഡ്സ് വെച്ചു എന്നൊരു റിപ്പോർട്ടാണ് അവർ നൽകിയെന്നാണ് ഞാൻ പേപ്പറിലൂടെ അറിഞ്ഞത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് ചാനലുകളെല്ലാം നടന്ന അതേ ദിവസം കവർ ചെയ്ത വീഡിയോസും എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം. ഈ ഡൈവേർഷൻ സംബന്ധിച്ച് കൃത്യമായിട്ട് അതിൽ ബാരിക്കേഡ്സ് ബാരിക്കേഡ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റോഡ് വഴിതിരിച്ചു വിടുകയാണ് എന്ന് രാത്രിയിൽ ഒരാൾ വന്നാൽ കാണാവുന്ന വിധത്തിൽ ഫ്ലൂറസെന്റ് കളറിൽ ഒരാൾക്കത് ഇവിടെ റോഡില്ല, വഴിതിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? പിന്നീട് പരിശോധിച്ചപ്പോൾ, അന്വേഷിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? ഇല്ല, ഒരു നാട പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഒരു റെഡ് കളർ റിബണെങ്കിലും കെട്ടിയിടും, ഇത് അതുപോലും ഉണ്ടായിട്ടില്ല. കാരണം ഇത് സ്ട്രെയിറ്റ് നമുക്ക് ജംഗ്ഷനിലേക്ക് കയറുമ്പം ഈ റോഡിൽ നിന്ന് നെക്സ്റ്റ് റോഡിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയൊരു വളവ് മാതിരിയുണ്ട്. അവിടെ ഒരു വളവാണെന്നോ ഇത് നേരെ താഴെ കുഴിയാണെന്നൊന്നും മനസ്സില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടി ചെക്ക് ചെയ്തിട്ട് പോലീസുകാരിൽ പറഞ്ഞത് എന്താ വെച്ചാൽ സ്കിഡ് ചെയ്തിട്ടില്ല, ഹിറ്റിങ്ങും ഇല്ല. വേറൊരു വണ്ടി തട്ടി ബാക്കിൽ വന്ന് ഇടിച്ചിട്ട് വീണതുമല്ല, ഈ വണ്ടി റോഡിൽ വീണിട്ട് സ്കിഡ് ചെയ്ത് വീണതുമല്ല, ഡയറക്റ്റ് നേരെ കുഴിയിലേക്ക് ചാടിപ്പോയതാ. കുഴിയാന്ന് അറിഞ്ഞ് ഈ മുന്നേ ആക്സിഡൻറ്റ് പറ്റിയ ആളും പറഞ്ഞതാ. കുഴിയാ എന്ന് അറിഞ്ഞപ്പം ബ്രേക്ക് പിടിക്കാനുള്ള ഗ്യാപ്പ് പോലും എനിക്ക് കിട്ടിയില്ല. കാരണം അത് അത്രയും ഭയങ്കര വലിയ കുഴിയായിരുന്നു. അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ വെച്ചാൽ ഫസ്റ്റ് ഹിറ്റിംഗ് ഫോർഹെഡിൽ മരണസ്ഥാനത്ത് തന്നെ. അപ്പം ഓൺ ദ സ്പോട്ട് അൺകോൺഷ്യസ് ആവാൻ പാകത്തിനുള്ള ഹിറ്റിംഗ് ആയിരുന്നു എന്നാണ് ഇത്. അപ്പം അൺകോൺഷ്യസ് ആയിട്ട് ആൾ വെള്ളത്തിൽ വീണു. ആളുടെ ഹൈറ്റിൻ്റെ മുട്ടിൻ്റെ അത്രയും വെള്ളം ഉള്ളൂ, പക്ഷേ ആൾ വീണത് കമിഴ്ന്ന്, ബോധമില്ലാതെ കമിഴ്ന്ന് വീണപ്പം ലെൻസിൽ ചളി കയറിയിട്ടാണ് മരണം സംഭവിക്കുന്നത്. ദാരുണമാണ് സംഭവം. ഈ അപകടത്തിന് ശേഷം തീർച്ചയായിട്ടും അതിലൊരു വലിയ മനുഷ്യാവകാശ ലംഘനമുണ്ട്. കാരണം വാഹനത്തിൻ്റെ തകരാറോ ഓടിച്ച ആളുടെ ഏതെങ്കിലും തരത്തിലുള്ള കണക്കൂട്ടലിൻ്റെ പിഴവോ അല്ല, മറിച്ച് റോഡിൻ്റെ പിഴവാണ് ആ അപകടമുണ്ടാക്കിയത്. ജനപ്രതിനിധികളും മറ്റുമൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവുമല്ലോ സാധാരണ നിലയിൽ. ഇതിലൊരു വലിയ നിയമ പോരാട്ടത്തിൻ്റെ ആവശ്യവുമുണ്ട്. അതിനുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ പ്രിയയ്ക്ക്?
ജനപ്രതിനിധികൾ വന്ന് പോവാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ കലക്ട്രേറ്റിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം, കോഴിക്കോട് കലക്ട്രേറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ അയക്കുന്നത്. അതിനെക്കുറിച്ച് എന്നോട് ഒരു ജനപ്രതിനിധിയും പറഞ്ഞിട്ടില്ല. കാരണം അവിടുന്ന് അവർ അപേക്ഷ അയച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, MLA കവറിങ് ലെറ്റർ ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെയൊരു MLA ആണ് ഫസ്റ്റ് നമുക്ക് വരിക. നമ്മൾ കോർപ്പറേഷൻ ഏരിയയാണ്, MLA ആണ് ഫസ്റ്റ് വന്നിട്ട് എന്തെല്ലാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളെ സഹായം അതായത് എൻ്റെ ഹസ്ബൻഡ് 2 ജോലി എടുത്തിരുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് അങ്ങനെ 2 ജോലിക്ക് പോയത്. പകല് നെസ്ലയിൽ ജോലി ചെയ്യും, കുറച്ച് വൈകുന്നേരം വന്ന് റെസ്റ്റ് ചെയ്തിട്ട് 9 to 2 ഷിഫ്റ്റിൽ നൈറ്റിൽ ഈ വർക്ക് എടുക്കുന്നത്. അപ്പം ആ ഒരു ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണ്. അപ്പം ഞാൻ ഈ ലൊക്കാലിറ്റി നോക്കേണ്ട ഒരാളായിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. എന്നിട്ട് കലക്ട്രേറ്റിൽ നിന്ന് ഡയറക്റ്റ് അവരുടെ PA ആയിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ MLA ഓഫീസിൽ പോയിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. എന്നിട്ട് അവർ കവറിങ് ലെറ്റർ വെച്ചിട്ട് അയച്ചു എന്നാണ് പറഞ്ഞത്. കാരണം മുഖ്യമന്ത്രിക്ക് ഞാൻ ഇങ്ങനെ ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്ന മാതിരി ഓൺലൈൻ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന കൂട്ടത്തിൽ പോകരുത് എന്ന് തന്നെയാണ് കലക്ട്രേറ്റ് എന്ന് പറഞ്ഞത്. കാരണം ഇവർക്ക് കൊടുക്കാൻ അവർ അവകാശപ്പെട്ടതാണ്, അവർക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളതായ രീതിയിൽ പറയണം, ഇത് എൻ്റെ ഏരിയയിലുള്ള ആളാണ്, അവർക്ക് അതിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, എല്ലാവരെയും പോലെ അല്ല എന്ന് പറയണം എന്ന് പ്രത്യേകം കലക്ട്രേറ്റിന് നിർദ്ദേശം കൊടുത്തു. തീർച്ചയായിട്ടും വലിയൊരു മനുഷ്യാവകാശ ലംഘനമാണ്. പറഞ്ഞോളൂ. പെൻഡിങ്ങിൽ തന്നെയാണ്. അതെ, ആ അപേക്ഷ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. വളരെ ദാരുണമായ സംഭവമാണ്. അതിന്റെ സ്റ്റാറ്റസ് പെൻഡിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതെ അതെ. ഭക്ഷണ വിതരണ തൊഴിലാളിയാണ്. രാത്രി ഭക്ഷണം വിതരണം ചെയ്യാൻ പോയപ്പോൾ റോഡില്ല, നേരെ ബൈക്ക് പോയി കുഴിയിൽ വീണ് ഒരാൾ മരിച്ചുപോയ സംഭവമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കോഴിക്കോടാണ് സംഭവിച്ചത്. ഇന്ന് അപകടമുണ്ടായ തൃശ്ശൂരിലാണ്. ശ്രീ ഹരിഹരൻ, ഈ MG റോഡിൽ, അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഈ റോഡിൽ അപകടങ്ങൾ എന്ന് പറയുന്നത് തുടർക്കഥയാണ് എന്നുള്ളതും ആ അപകടങ്ങൾക്ക് കാരണം ഇതുപോലെയുള്ള കുഴികളാണ്, കുഴികൾ കൃത്യമായി അടയ്ക്കാത്തതാണ് എന്നുമാണ് അവിടെ നിന്ന് ഓരോ ആളുകളോട് സംസാരിക്കുമ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള അപകട മരണം മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ആരാണ് ഇതിൽ വലിയ വീഴ്ച വരുത്തിയത്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് വലിയ വീഴ്ച വരുത്തി പറഞ്ഞാൽ ശരിക്കും കോർപ്പറേഷൻ്റെ ഏറ്റവും വലിയ തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആ റോട്ടിൽ ഇപ്പോൾ നാളെ അറിയും. ഇപ്പോൾ എന്താ വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേറ്റ് അറിയും. ഇതിന് മുമ്പ് 3 മാസം മുമ്പ്, അതിൻ്റെ കുറച്ച് മുമ്പ് ഒരാൾ വീണ് മരിച്ചു. അപ്പോഴും ആരും ഒന്നും ചെയ്തിട്ടില്ല. മുമ്പ് ഈ MG റോട്ടിൽ നടുവിൽ ബാരിക്കേഡ് ഉണ്ടായിരുന്നു, അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ബസ്സുകാരൻ അവിടുന്ന് അവൻ്റെ ഇഷ്ടത്തിന് വരിക. പിന്നെ എന്താ വെച്ചാൽ മാർച്ച് ഏപ്രിലാകുമ്പോൾ റോഡ് ടാറിങ്, അതായത് ഫുൾ തട്ടിപ്പ് ടാറിങ്. അത് ടാർ ചെയ്താൽ നെക്സ്റ്റ് ഡേ റോഡ് കയറി വരും. ഒരു മഴ പെയ്താൽ ഈ റോഡ് മുഴുവൻ പോവും. ഈ MG റോഡിൻ്റെ കഷ്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള വഴിയാണ്. ആ ഏറ്റവും കൂടുതൽ ട്രാഫിക്ക് ആ വഴിയിൽ ശരിയാക്കാണ്ട് ഇപ്പോൾ 2ാമത്തെ ആളാണ് മരിക്കണം. ഇനി ആൾക്കാർ പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയും ആ വഴിയിൽ മരണം സംഭവിക്കുന്ന ഉറപ്പാണ്. ഇതിന് എന്താ വേണ്ട പറഞ്ഞാൽ കോർപ്പറേഷൻ കനിയണം. എന്നുവെച്ചാൽ ആരും തിരിഞ്ഞു നോക്കണില്ല. കഷ്ടം അതാണ്, ഭയങ്കര കഷ്ടമാണ്. തീർച്ചയായിട്ടും വലിയ വലിയ പ്രശ്നമാണ്. MS രാജേഷ്, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ജോലി ചെയ്യുന്ന സ്കൂളിന് സമീപത്തുള്ള റോഡ്, പുഴയ്ക്കൽ ഭാഗത്തെ റോഡ് തകർന്ന് കിടക്കുന്നത് കൊണ്ട് അവിടെ ഗതാഗതക്കുരുക്കുണ്ട് എന്ന് മാത്രമല്ല അപകടങ്ങളും ഇതേപോലെ ആവർത്തിക്കുകയാണെന്നുള്ളതാണ്. മഴക്കാലമായാൽ നമ്മുടെ പല റോഡുകളുടെയും അവസ്ഥ ഇതാണ്. ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചാലും നടപടി എടുക്കേണ്ട ആളുകൾ എടുക്കാറില്ല, അനങ്ങാറില്ല. ജനങ്ങൾ നരകിക്കട്ടെ എന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ അനുഭവം? ഞാൻ തൃശ്ശൂരിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വിദ്യാലയം, ജോലി ചെയ്യുന്ന സ്ഥാപനം. ഇന്ന് അപകടം ഉണ്ടായിട്ടുള്ള MG റോട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറം, അതായത് പടിഞ്ഞാറ കോട്ടയ്ക്ക് ഇപ്പുറമായിട്ട് സിവിൽ ലൈൻ റോഡുണ്ട്. അവിടെ NSSൻ്റെ സ്കൂളിൻ്റെ മുൻവശത്തായിട്ട് ഈ തിങ്കളാഴ്ച ഒരു വലിയ ഗർത്തം, റോഡിൻ്റെ നടുക്കിൽ തന്നെ ഒരു വലിയൊരു ഗർത്തം ഉണ്ടായി. അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തള്ളി വരുന്നുണ്ടായിരുന്നു തിങ്കളാഴ്ച കാലത്ത്. അവിടെ ഒരു ചെറിയ തൂപ്പൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ചുവന്ന നിറത്തിലുള്ള ഒരു ചെറിയ ഡിവൈഡറോ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച ഞാൻ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും അവിടെ അതുമാത്രമാണ് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ചയും അതുപോലെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ബുധനാഴ്ച, ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച മാത്രമാണ് കാലത്ത് നോക്കുമ്പോൾ അവിടെ കുറച്ച് പണികളും മറ്റുള്ള കാര്യങ്ങളും.
അവിടെ പോലും സന്ധ്യ നേരത്ത് അപകടം ഉണ്ടാവും. കൃത്യമായിട്ട് ഒരു തടസ്സം. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അയ്യന്തോൾ കളക്ടറേറ്റ്. മിക്ക ഉദ്യോഗസ്ഥരും അതിലെ യാത്ര ചെയ്യുന്നവരാണ്. അവരെല്ലാം കാണുന്നതാണ് ഈ ഗർത്തും കുഴിയും. 3 ദിവസമായിട്ട് അതുണ്ടായിട്ട് ആദ്യത്തെ 2 ദിവസവും ഈ അധികാരികൾ ഇത് നോക്കി നിൽക്കുക അല്ലാതെ അനങ്ങിയിട്ടില്ല. അവിടെ ഒരു അപകടം ഉണ്ടായില്ല എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് പുറനാട്ടുകരയുള്ള വിദ്യാലയത്തിലേക്ക് എത്താറുള്ളത്. ഇപ്പോൾ അത് 1.5 മണിക്കൂർ വേണം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ സ്കൂളിൽ കുട്ടികൾക്ക് സമയം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്കൊന്നൊക്കെ ഫസ്റ്റ് പീരീഡ് കഴിയുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ ബസ്സുകളൊക്കെ ബ്ലോക്കാണ്. ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവരുടെ യാതൊരു വ്യവസ്ഥയില്ലാത്ത പണികൾ കൊണ്ടാണ്. മുതുവറ തൊട്ട് ശോഭ സിറ്റി വരെ 2 വർഷം മുമ്പ് കോൺക്രീറ്റ് ടൈലുകൾ ഇട്ടിട്ട് വളരെ നല്ല ഒരു സൗകര്യം ഉണ്ടായിരുന്ന റോഡാണ്. നമ്മൾ കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോകുമ്പോൾ വൈകുന്നേരം നോക്കുമ്പോൾ ആ റോട്ടിൽ JCB നിൽക്കണു, പൊക്കിളി നിൽക്കണു. അവരതൊക്കെ പൊളിച്ചു മാറ്റുകയാണ്. അവിടെ എന്തിനാണ് ഇത് പൊളിക്കണേ? നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇതിപ്പം എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് ആ റോഡ് പൊളിക്കുകയാണ്. അതിൻ്റെ യാതൊരു നമുക്കൊരു വേറൊരു ബദൽ റോഡോ ബദൽ സംവിധാനമോ ഒന്നും ഒരുക്കാതെയാണ് ഈ റോഡ് പൊളിക്കൽ അവരവിടെ നടത്തുന്നത്. ഇത്രയധികം ഗുരുവായൂർ പോലെയുള്ളൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഉള്ള വഴിയാണ്. ഒരുപാട് ശബരിമല ഭക്തർ അതിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇതൊന്നും അവിടെ ബാധകമല്ല. ഇവിടെ വരുന്നവർ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിലാണ്. അതുമാത്രമല്ല, തൃശ്ശൂർ നഗരത്തിൽ നിന്ന് തൃശ്ശൂർ നഗരത്തിനെ കോഴിക്കോട് നഗരമായിട്ടും പാലക്കാട് നഗരമായിട്ടും എറണാകുളം നഗരമായിട്ടും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളെല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ ഡാമുകളൊക്കെ തുറന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ റോഡുകളെല്ലാം ഒരേ സമയം പൊളിച്ചിട്ടേക്കുക. ഈ റോഡുകൾ മാത്രമല്ല, ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിലെ ഈ പുഴയ്ക്കൽ ഭാഗത്തേക്ക് കുന്നംകുളം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് തൃശ്ശൂർക്ക് കടന്നു വരാൻ കുറ്റൂര് വഴിയുണ്ട്. ആ റോഡുകളും പൊളിച്ചിട്ടേക്കുക. എന്നുള്ളതാണ് തൃശ്ശൂരുകാർ പറയുന്നത്. എന്തായാലും ഇന്നൊരു അപകടം ഉണ്ടായി, അതാണ് ഏറ്റവും ദാരുണമായ കാര്യം. അതിന് കാരണമായത് മാത്രമല്ല ഒരു കുഴിയുമാണ്. ശരി, ഞാൻ വരാം അങ്ങയിലേക്ക്. അടുത്തതായി ശ്രീ ഉപേന്ദ്ര നാരായൺ. ഇപ്പോൾ കേരളത്തിൽ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ റോഡുകൾ പൊളിയാനേ പാടില്ല എന്ന് നമ്മൾ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ടാർ റോഡുകളാണ്. അപ്പോൾ സ്വാഭാവികമായും വർഷകാലത്ത് കനത്ത മഴ പെയ്യുമ്പോൾ റോഡുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു കുഴി രൂപപ്പെട്ടാൽ പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെ കുറേയൊക്കെ മാനേജ് ചെയ്യാം. 100% എന്നുള്ളതല്ല, കുറേയൊക്കെ മാനേജ് ചെയ്യാം. പക്ഷേ ഈ മഴക്കാലത്ത് റോഡ് കുഴി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനടുത്തൊരു വാഴ വെച്ചാൽ മതി, അതല്ലെങ്കിൽ അപകടം എന്നൊരു സൈൻ ബോർഡ് വെച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറുന്നതാണോ ഈ പ്രശ്നം? അതായത് നമ്മുടെ മഴക്കാലത്ത് ജൂൺ ജൂലൈ മാസത്തിൽ ധാരാളം റോഡ് അപകടങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കൊല്ലം വളരെ കൂടിയിട്ടുണ്ട്. അതായത് റോഡിലെ കുഴികൾ, ഇതിന് 2 കാരണമുണ്ട്. ഒന്ന്, ദേശീയപാതകളും സ്റ്റേറ്റ് ഹൈവേസും എല്ലാം തന്നെ BM&AC റോഡ് കൺസ്ട്രക്ഷൻ വന്നപ്പോഴേക്കും അത് വളരെ എക്സ്പെൻസീവാണ്. പക്ഷേ സ്മൂത്തായിട്ട് വണ്ടി ഓടാം. പക്ഷേ അതിനൊരു കുഴി വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കില്ല. കാര്യം ആ കുഴി ദൂരെ കൂട്ടി നമുക്ക് കാണാനും പറ്റില്ല. അപ്പോൾ BM&AC റോഡിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കുഴി ഉണ്ടായാൽ ചെറുതായിട്ട്, ഇപ്പോൾ ഒരു 30 സെൻറ്റിമീറ്റർ ഡയമീറ്ററിലെ ഒരു കുഴിയാണെങ്കിൽ 2 ദിവസം കൊണ്ട് അത് 60 or 90 സെൻറ്റിമീറ്ററിലേക്ക് മാറും. പിന്നെ അത് ഗർത്തമായിട്ട് വരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെയാണ് ഈ മാതിരി വാഹനങ്ങൾ മറിഞ്ഞു വീഴുകയും അല്ലെങ്കിൽ അപകടപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരമുണ്ട്. എന്താണ് പരിഹാരമെന്ന് എന്നോട് ചോദിച്ചാൽ, ഇപ്പോൾ വെറ്റ് മിക്സ് മെക്കാഡം ഉണ്ട്. അത് ഒരു ചാക്ക് എന്തോ 800 രൂപയും മറ്റുമാണ്. ഇപ്പോൾ ഇന്നത്തെ MG റോഡിൽ തൃശ്ശൂർ ഇട്ട മെറ്റൽ പൊടിയേക്കാളൊക്കെ വളരെ ബെറ്ററാണ് വെറ്റ് മിക്സ് മെക്കാഡം. അത് ഈ മഴക്കാലത്ത് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ്. അത് മഴക്കാലത്തിന് വേണ്ടി മൺസൂൺ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ചെയ്തേക്കുന്നതാണ്. അത് കോർപ്പറേഷൻ്റെ എഞ്ചിനീയർ അത് ചെയ്യണമായിരുന്നു. ഇപ്പോൾ അതിലേ പോകുന്ന കൗൺസിലേഴ്സ് ഉണ്ട്. MG റോഡെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്. അതിലെ പല ഓഫീസർമാർ പോകുന്നുണ്ട്, കോർപ്പറേറ്റേഴ്സ് പോകുന്നുണ്ട്, ചെയർമാൻ പോകുന്നുണ്ട്. അവരെല്ലാം ശ്രദ്ധിക്കണം നമ്മുടെ റോഡ് എത്രത്തോളം യാത്രയ്ക്ക് അനുയോജ്യമാണ്, എവിടെയാണ് അത് പറ്റിയേക്കുന്നത്. കാര്യം വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എവിടെയൊക്കെ കുഴിയുണ്ട് അത് ഇൻസ്റ്റൻ്റായിട്ട് റിപ്പയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്ക് വേണം. ആ സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ലാതായി.
നേരത്തെ ഇതിന് ഫണ്ടും ഉണ്ടായിരുന്നു. 98-99 കാലഘട്ടത്തിലൊക്കെ തന്നെ പോലീസിന് അന്നത്തെ ബഹുമാനപ്പെട്ട EK നായനാർ സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ 17 പോലീസ് ജില്ലകൾക്കും ഫണ്ട് കൊടുക്കുമായിരുന്നു. ഇങ്ങനെയുള്ള എമർജൻസി നേച്ചറിൽ ചെയ്യാനായിട്ട് PWDക്കും നാഷണൽ ഹൈവേക്കും അവർക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്. കാര്യം അവർക്ക് AS FS അങ്ങനെയൊക്കെ പലതും എടുക്കുമ്പോഴേക്കും കുഴി കറുത്തമായി പോകുന്നതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പം ഞാൻ ഇന്നലെ കണ്ടു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലും പാലക്കാട്ടും ചില SHOമാരും പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇറങ്ങി കുഴി ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ എൻ്റെ ഒരു അപേക്ഷ എന്നുള്ളത് റോഡ് സഞ്ചാരയോഗ്യമാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും വലിയ ആവശ്യമാണ്. കാര്യം ഈ ചെറിയ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇന്ന് അവിടെ നമ്മുടെ കൂടെയുള്ള പ്രിയയുടെ ഹസ്ബൻഡ് മരിച്ചത്. അവിടെ ഒരു റിബൺ ഉണ്ടായിരുന്നേ അദ്ദേഹം മരിക്കില്ലായിരുന്നു. അതേപോലെ ഇന്ന് തൃശ്ശൂർ MG റോഡിൽ മരിച്ചത് ആ ഫില്ലിങ് ചെയ്ത് 2 ദിവസം മുന്നായിരുന്നെങ്കിൽ ആ അപകട മരണം ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ കേരളത്തിലെ റോഡ് അപകടങ്ങളുടെ എല്ലാം കാരണം ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഇഷ്യൂസാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പിന്നെ ജൂൺ ജൂലൈ മാസത്തിൽ യാതൊരു വിധത്തിലും വാട്ടർ അതോറിറ്റി റോഡ് പൊളിക്കാൻ പാടില്ല. മെയ് മാസത്തിൽ തന്നെ പൊളിച്ച റോഡെല്ലാം പക്ക ആക്കിയിടണം. വേണ്ടത്ര റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സൊക്കെ നിസാര വിലയ്ക്ക് കിട്ടും. അപ്പോൾ എവിടെ ഒരു കുഴിയുണ്ടോ അവിടെ ഒരു കോൺ വെക്കാം. അത് കോർപ്പറേഷന് ചെയ്യാവുന്നേ ഉള്ളൂ. 150 രൂപ എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കോൺ കിട്ടും. അത് റോഡിൽ കോൺക്രീറ്റ് ബോൾട്ടിട്ട് അടിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് ചാടാതെ ആൾക്കാർ രക്ഷപ്പെടും. അങ്ങനെ മാർഗങ്ങൾ അനേകമുണ്ട്. അതെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ജീവൻ രക്ഷപ്പെട്ടേനെ. യുവാവ് ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ ദാരുണമായി മരിക്കില്ലായിരുന്നു, മരണപ്പെടില്ലായിരുന്നു. കഷ്ടം എന്നെന്ത് പറയാൻ കഴിയും. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ചർച്ചയിലേക്ക് വീണ്ടും. നമ്മൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യമാണ്. ആ അപകടം യഥാർത്ഥത്തിൽ റോഡിൻ്റെ അപാകത കൊണ്ടുണ്ടായ അപകടമാണ്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ വേദനയോടുകൂടി പങ്കെടുക്കുന്ന ഒരു അതിഥി പ്രിയയാണ്. പ്രിയയുടെ ഭർത്താവ് ഇതുപോലെ റോഡിൻ്റെ തകരാറ് മൂലമുണ്ടായ അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രിയയ്ക്ക് പറയാനുള്ളത് കേരളം കേൾക്കണം. പ്രിയ, സമാനമായ അപകടങ്ങൾ, അതായത് പ്രത്യേകിച്ച് ദേശീയപാത നിർമ്മാണം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കുകയാണ്. എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. പെട്ടെന്ന് റോഡില്ലാതെ പോകുന്ന അവസ്ഥ, റോഡ് ഉണ്ട് എന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കുന്ന ആളുകൾ അപകടത്തിൽപ്പെടുന്ന കാര്യം എന്നുള്ളത് ഇപ്പോൾ അത്ര അസാധാരണമായ കാര്യം പോലും അല്ല എന്ന സങ്കടകരമായ അവസ്ഥയുണ്ട്. ഈ അപകടത്തിന് ശേഷം സമാനമായ നിലയിൽ ഈ പാതയുടെ കുഴപ്പം കൊണ്ട് അപകടത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ബന്ധുക്കൾ ബന്ധപ്പെടുകയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് പരാതി നൽകാനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ ഒക്കെ ബന്ധപ്പെടുകയോ വരികയോ ഒക്കെ ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ കായംകുളത്തൊരു ശരിക്കും പറഞ്ഞൊരു 90% എൻ്റെ ഹസ്ബൻഡിൻ്റെ ആക്സിഡൻറ്റ് മാതിരി തന്നെയാണ്. ഇതേമാതിരി പെട്ടെന്ന് റോഡ് കഴിഞ്ഞ് അടുത്ത വെള്ളക്കുഴിയിലേക്ക്, അതായത് നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷൻ്റെ സ്ഥലത്ത് തന്നെ സംഭവിച്ചതാണ്. പക്ഷെ അത് ആളുകൾ കണ്ടിട്ട് ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന വഴിയിലാണ് മരണം സംഭവിച്ചത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ആക്സിഡൻറ്റിൽ ശരിക്കും രാവിലെ ഒരു 7:30 മണിയായിട്ടാണ് ആളുകൾ, അതായത് 5 മണിക്ക് ആ വഴിയിലൂടെ നടക്കാൻ പോയവർ പോലും കണ്ടിട്ടില്ല. കാരണം അത്രയും വലിയ കുഴിയായിരുന്നു. വണ്ടിയും എല്ലാം അതിലേക്ക് പോയതുകൊണ്ട് പണിക്ക് വന്ന പണിക്കാരനാണ് ബോഡി പൊന്തി കിടക്കുന്നത് കണ്ടിട്ട് വിവരം അറിയിച്ചത്. അപ്പം ഈ ഫാമിലി തമ്മിൽ ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. കാരണം അവർക്ക് ഇപ്പോൾ സംഭവിച്ചിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നല്ലേ ഉള്ളൂ, ഒരു 1 month ആവുന്നേ ഉള്ളൂ. വേറെ ആക്സിഡൻറ്റ് കേസ് ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. സമാനമായ അപകടമാണ് ഇവിടെ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ ഉണ്ടായത്. അവരെ ബന്ധപ്പെട്ടിരുന്നു ഞങ്ങളും. ശ്രീ MK ഹരിദാസ്, ഇപ്പോൾ അപകടം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം, പക്ഷേ റോഡ് കാലനാവുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും നേരിടുന്ന വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. അത് രഞ്ജിത്തായാലും ഇന്നു മരിച്ച വിഷ്ണു ആയാലും ഇത് യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ കൊലപാതകമായി മാറുകയാണ്. അവരുടെ ഏതെങ്കിലും ഫോൾട്ട് കൊണ്ടല്ല. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ പറയുന്ന കാലാവസ്ഥയുടെയൊക്കെ പ്രത്യേകതകൾ ഉണ്ട് എങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇനിയുള്ള കാലത്തെങ്കിലും ഒഴിവാക്കി പോവേണ്ടതാണല്ലോ. ദേശീയപാത നിർമ്മാണം 1.5 വർഷത്തിനകം പൂർത്തിയാകുമെന്ന് വിചാരിക്കാം, പക്ഷെ അതുകൊണ്ട് മറ്റ് റോഡുകളുടെ കാര്യം പരിഹരിക്കപ്പെടുന്നുമില്ല. അടിയന്തരമായി ഈ മഴക്കാലങ്ങളിൽ, പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും അപകടങ്ങൾ ഒഴിവാക്കാനെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? റോഡിലെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നിർവഹിക്കാത്തതിൻ്റെ പേരിൽ റോഡിൽ രൂപപ്പെടുന്ന കുഴികളിൽ വീണുകൊണ്ട് ആളുകൾ മരിക്കുന്നുവെങ്കിൽ
അത് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന മരണമായി കണക്കാക്കുകയും മരിച്ച അന്ന് തന്നെ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ആശ്രിതർക്കോ കൃത്യമായൊരു നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ട ഒരു നിയമനിർമ്മാണം ഇവിടെ അടിയന്തിരമാണ്. കാരണം മുഖ്യമന്ത്രി ഒരു പ്രസംഗത്തിൽ തൻ്റെ മുന്നിൽ നികുതി അടയ്ക്കുന്ന ജനങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞത് എന്താ? അമേരിക്കയിൽ നിന്നും ശുദ്ധമായിട്ടുള്ളൊരു നുണയാണ്. ഒരു വ്യക്തി ആത്മഗതം ചെയ്യുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രി അറിയുക? അമേരിക്കയിൽ നിന്നും തൃശ്ശൂരെത്തിയ ഒരു വ്യക്തിയുടെ അമ്മ വീട് തൃശ്ശൂരാണ്, അച്ഛൻ വീട് പാലക്കാടാണ്. പാലക്കാട്ടേക്ക് പോകുമ്പോൾ ബസ്സിലിരുന്നു കൊണ്ട് റോഡ് കണ്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്തൊരു മാറ്റമാണ് ഈ നാടിന്, ഇവിടുത്തെ റോഡുകൾ കണ്ട അമേരിക്കയിലുള്ള റോഡിനേക്കാൾ അത്രയേറെ ഭംഗിയുള്ളതാണ് എന്ന് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ആത്മഗതം ചെയ്തത് കേട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ഭരിക്കുമ്പോൾ ഇവിടെ പ്രിയയെ പോലുള്ള നമ്മൾ പറയില്ലേ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കേണ്ട കുടുംബങ്ങളെ സൃഷ്ടിക്കുന്ന റോഡുകളാണ് കേരളത്തിലെ എന്നുള്ള കാര്യം ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അറിയില്ല, അല്ലെങ്കിൽ PWD മിനിസ്റ്റർക്ക് അറിയില്ല എന്ന് വേണം ഇത്തരം മരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. കോൺട്രാക്ടർമാർക്ക് 5 വർഷത്തെ മെയിൻ്റനൻസ് കാലാവധിയോടുകൂടി കിട്ടുന്ന കരാറുകൾക്ക് അവരുടെ അവരുടെ ഒരു 5% പൈസ പിടിച്ചു വയ്ക്കും സർക്കാർ, റിട്ടൻഷൻ മണി. ആ റിട്ടൻഷൻ മണി 5 വർഷത്തിന് മുമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് എന്നോട് പറഞ്ഞത് ഒരു ചർച്ച കഴിഞ്ഞ് എൻ്റെ കാറിൽ മടങ്ങുകയായിരുന്നു ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. 5 വർഷത്തെ മെയിൻ്റനൻസിലെ അവർക്ക് കൊടുക്കാനുള്ള റിട്ടൻഷൻ മണി പിടിച്ചു വയ്ക്കുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന്. കേരളത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതാകണമെങ്കിൽ അഭിലാഷെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ PWD കോൺട്രാക്ടർമാരും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ട്രയാങ്കിളിനുള്ളിൽ നിന്നുള്ള കളി അവസാനിപ്പിച്ചുകൊണ്ട് BOQയിലുള്ള ടെൻഡറിലുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ അതേ മാനദണ്ഡത്തിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. അഭിലാഷിൻ്റെ യാത്രയിൽ ഈ റോഡ് പണി നടക്കുന്ന എവിടെയെങ്കിലും ഒരു PWD സൂപ്പർവൈസറെ അഭിലാഷ് കണ്ടിട്ടുണ്ടാവും? എൻ്റെ ഈ 40 വർഷത്തെ ഈ സാമൂഹ്യ സേവനത്തിനിടയിൽ ഞാൻ പല സ്ഥലത്തും കാർ നിർത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ, അല്ലെങ്കിൽ 2 വീലർ നിർത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സർക്കാരിൻ്റേതായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനെ കാണിച്ചു തരൂ. എവിടെയുമില്ല. റോഡ് ബോറിങ് ചെയ്തുകൊണ്ട് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ കോർ കട്ടിങ് ചെയ്തുകൊണ്ട് ഒരു പീസ് എടുത്തിട്ട് ലബോറട്ടറിയിൽ പോയി ടെസ്റ്റ് ചെയ്യണം. ഇവിടെ എത്ര മെറ്റൽ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര ബോൾഡർ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര ടാർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ കോൺട്രാക്ടർ പറയുന്ന സ്ഥലത്താണ്. ഓർമ്മ വെച്ചോളൂ, വെള്ളാനകളുടെ നാട്ടിൽ മോഹൻലാൽ പറയുന്നില്ല ഇവിടെ കുഴിക്കരുത്, ഇവിടെ കുഴിക്കരുത്, അവിടെ കുഴിച്ചിട്ട് എടുക്കൂ. അപ്പം അതുപോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വഴങ്ങുന്നത് ഇവിടുത്തെ കോൺട്രാക്ടർമാരുടെ സംഘടിതമായ ബലത്തിന് മുന്നിലാണ്. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ശ്രീ പ്രിയയുടെ വിഷയത്തിലേക്ക് ഒന്ന് കടക്കുകയാണ്. അഭിലാഷ്, ഒരു കാര്യം ആലോചിച്ച് നോക്കണം. തങ്ങളുടെ MLA മരിച്ചപ്പോൾ മകനെ പിൻവാതിൽ നിയമനം നൽകിയതിനെ ന്യായീകരിക്കാൻ വേണ്ടി കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്താൻ 22 ലക്ഷം രൂപ ചെലവാക്കിയ ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ സർക്കാരിൻ്റെ പിഴവ് കൊണ്ട് ഒരു കുഴിയിൽ വീണ് മരിച്ച ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഭാര്യ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു സഹായം കിട്ടാൻ വേണ്ടി ഒരു അപേക്ഷ നൽകിയപ്പോൾ MLAയുടെ കവറിംഗ് ലെറ്റർ ചോദിക്കേണ്ട വിധത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി തകർന്നു പോയെങ്കിൽ അത് നമ്മുടെ കേരളത്തിൻ്റെ അപച്യുതിയാണ് അഭിലാഷേ. ഒരു പാവം സ്ത്രീ, ഇവർ നിങ്ങളുടെ 224 പരിപാടിയിലെ ഒരു മാസം മുമ്പ് ഞാനും ശ്രീ ഉപേന്ദ്രനാരായണനും ഉണ്ടായിരുന്നു, അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്നെ കുറേ ദിവസം എന്നെ അലട്ടിയ പ്രശ്നമാണ് ആ സ്ത്രീ. ജീവിക്കാൻ വഴിയില്ലാത്ത വിധത്തിൽ ഒരു കുടുംബത്തെ അനാഥമാക്കി നമ്മുടെ സർക്കാരിൻ്റെ നിഷ്കർഷബോധമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപാകത മൂലം ആ സ്ത്രീ കുടുംബം അനാഥമായി. ഇതിപ്പോൾ ഒരു സ്ത്രീയുടെ പ്രശ്നമല്ല. ഇന്ന് തൃശ്ശൂർ മരിച്ച വിഷ്ണുദത്തിൻ്റെ കുടുംബത്തിൻ്റെയും കാര്യം ഇത് തന്നെയാണ്. ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രഹസനം നടക്കുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അഭിലാഷിനറിയാലോ, വാഹനങ്ങൾ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റ്നസ്സിന് പോകണം. തികച്ചും പ്രഹസനം. പെയിൻറ്റിങ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് കൊടുത്തോളൂ. അതിൻ്റെ എൻജിൻ കണ്ടീഷനാണോ, അതിൻ്റെ ഗിയർ ബോക്സ് കണ്ടീഷനാണോ, അതിൻ്റെ ഹൗസിംഗ് കണ്ടീഷനാണോ, അതിൻ്റെ ടയറുകൾ കണ്ടീഷനാണോ, അതിൻ്റെ ആക്സിൽ കണ്ടീഷനാണോ എന്ന് നോക്കാൻ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ വകുപ്പ് ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഒരു വാഹനവും അവർ ഓടിച്ചു നോക്കിയിട്ട് ഫിറ്റ്നസ് കൊടുക്കുന്നില്ല. ഫിറ്റ്നസ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ഒരു സ്കൂൾ ബസ്സിൻ്റെ ടയർ എനിക്ക് ഡ്രൈവർ കാണിച്ചു തന്നു. സാറേ, ഈ ടയർ മാറ്റിയിട്ട് ഫിറ്റ്നസ്സിന് പോകാൻ പറഞ്ഞപ്പോൾ സ്കൂളുകാർ സമ്മതിക്കുന്നില്ല. ഇത് കണ്ടോ സാറേ? ഫിറ്റ്നസ് കഴിഞ്ഞൊരു വണ്ടിയുടെ 2 ടയർ, കുഞ്ഞു കുട്ടികളെ, ആ വണ്ടിക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ 20ഓ 22ഓ കുട്ടികൾക്ക് മരണം വരെ സംഭവിക്കാവുന്ന വിധത്തിൽ ഫിറ്റ്നസ് കൊടുക്കുന്ന ഒരു മോട്ടോർ വാഹന വകുപ്പും അതിനെ പിന്താങ്ങുന്ന ഒരു പോലീസും അതിനെ പിന്താങ്ങുന്ന ഒരു PWDയും
അഭിലാഷ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഇത്രയേ ഉള്ളൂ. ഏകോപനമില്ല അഭിലാഷ്. ഇവിടെ PWD ഡിപ്പാർട്ട്മെന്റും പോലീസും ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പും ഏകോപനത്തോടു കൂടിയിട്ട് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നിർമ്മാണം കഴിഞ്ഞ സ്ഥലത്ത് അപകട സൂചന നൽകുന്ന ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും നിഷ്കർഷത പുലർത്തിയാൽ അടുത്ത വർഷം നമുക്ക് ഈ വർഷക്കാലത്ത് ഇത്തരത്തിൽ ഒരു വരിയും കൂടി എന്നെ പറയാൻ സമ്മതിക്കണം. എക്സ്ട്രീം വെതർ കണ്ടീഷൻ എന്ന് താങ്കൾ പറഞ്ഞു, അത് തെറ്റാണ്. 365 ദിവസവും മഴ പെയ്യുന്ന രാജ്യങ്ങളിലെ റോഡുകളിൽ ഒരു കോട്ടി, നമ്മൾ പറയില്ലേ, ഒരു ഗോലി വീഴാനുള്ള കുഴികളില്ലാതെ അവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്? ഉത്തരവാദിത്വ ബോധം വേണം, ആത്മാർത്ഥത, നികുതി തരുന്നവരോട് ആത്മാർത്ഥത വേണം. അതില്ലാത്തതിൻ്റെ പേരിൽ നമുക്കൊക്കെ വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ചെത്തിയെങ്കിൽ എത്തി എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ റോഡുകൾ രൂപാന്തരപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, ശ്രീ TR ഹരിഹരൻ, ഇന്ന് പോയി അപകടം കഴിഞ്ഞതിന് ശേഷം ആ കുഴി മെറ്റലിട്ട് ഫില്ല് ചെയ്തത് കണ്ടു. ഇപ്പോൾ ആ കുഴിക്ക് മുകളിലൂടെ വാഹനങ്ങൾ പോകുന്ന ദൃശ്യവും കണ്ടു. അപ്പോൾ 1-2 ദിവസം മുൻപ് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ അപകടം ഒഴിവാകുമായിരുന്നു. നേരത്തെയും ഇതേ റോഡിൽ അപകടം ഉണ്ടായി 3 മാസം മുമ്പ് എന്ന് താങ്കൾ പറഞ്ഞു, ഒരു മരണം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ MG റോഡിൽ ഇതേപോലെയുള്ള പോത്ത് ഹോളുകൾ വേറെയും ഉണ്ടാവാം. ഇതിനിപ്പോൾ എത്ര പേര് മരിച്ചാൽ ഇത് ശരിയാക്കുമെന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർത്താവുന്നതാണ്. എന്തുകൊണ്ടാണ് ഒരു കുഴി അവിടെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുഴി അടച്ച് നാളെ ഒരു അപകടം അവിടെ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത പുലർത്താത്തത്? അതാണ് പറഞ്ഞത്. എന്താ കാണിച്ചാൽ ഇപ്പോൾ ഈ റോഡ് ശരിയാക്കൽ പറഞ്ഞാൽ ഒരാൾ മരിച്ചാൽ അന്നവിടെ അറിയും. ഇപ്പോഴും MG റോഡിലെ കുഴികൾ ഒന്നും വേണ്ട, പടിഞ്ഞാറേ കോട്ട നമ്മൾ പോയി നോക്കിയാൽ അറിയാം, അവിടെ ഫുൾ കുഴികളാണ്. ആൾക്കാർ വീഴാത്ത ആരെയോ ഭാഗ്യം കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇതുവരെ തൃശ്ശൂരിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ വരുമ്പോൾ പേടിയാണ്, 4 ഭാഗം കുഴികളാണ്. MG റോഡ് മാത്രമല്ല, KSRTCയുടെ ഭാഗത്ത് നോക്കിയാൽ അവിടെ ഫുള്ള് കുഴിയാണ്. അവിടെ എന്തൊക്കെയോ ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ട് ഇനി അവിടെ ഒരു മരണം വരുമ്പോൾ ആ ഭാഗം ശരിയാക്കും. ഇതുവരെ പടിഞ്ഞാറ് കോട്ടിൽ ആരെങ്കിലും വീട് മരിക്കണം, അപ്പോൾ അറിയും. ഇതെന്താ വെച്ചാൽ ആൾക്കാരുടെ പ്രതികരണശേഷി പോയിരിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. ഈ MG റോഡ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ആ വഴിക്ക് എല്ലാ പോലീസുകാർ, കളക്ടർ വരെ പോകണതാണ്. എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ മാത്രം അവിടെ കൊണ്ടിട്ട് അറിയുക, ആൾക്കാർ പ്രതിഷേധം വരിക. ഇതിപ്പോൾ എല്ലാവരും നേരത്തെ ഇപ്പോൾ എന്താ ജനങ്ങൾ ഇനി റോഡ് തടഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് ആവശ്യമില്ലല്ലോ. ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കേണ്ട കാലം കഴിഞ്ഞു. പടിഞ്ഞാറക്കോട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, 4-6 വഴി കൂടുന്ന സ്ഥലമാണ്. അവിടെ എല്ലാ ഭാഗവും കുഴിയാണ്. അത് പോരാണ്ട് പയ്യന്തോളിലേക്ക് ആ റോഡ് മുഴുവൻ പൊളിഞ്ഞ കാരണം ഇവിടുന്ന് വണ്ടികൾ അങ്ങോട്ട് തിരിഞ്ഞാൽ ഫുൾ സ്പീഡാണ്. സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്തൊക്കെ നമുക്ക് പേടിയാണ്. കുട്ടികളുടെ മേത്ത് കൂടെ ആ ചളി മുഴുവൻ തെറിപ്പിച്ച് പോകും. അതിൻ്റെ അടുത്ത് 2 സ്കൂളുണ്ട്. ഈ കുട്ടികളുടെ മേത്തേക്ക് മുഴുവൻ ബസ്സിൻ്റെ ചെളിയും കുട്ടികൾക്ക് അവിടെ ഒരു പോലീസുകാരും വരില്ല. പിന്നെ എന്താ വെച്ചാൽ MG റോഡിൽ പണ്ടൊരു ബാരിക്കേഡിലെ ബസ്സുകാർ കുറച്ച് കൺട്രോളായിരുന്നു. ഇപ്പോൾ ഒരു കൺട്രോളും ഇല്ല. പടിഞ്ഞാറക്കോട്ടെ തിരിഞ്ഞ് ബസ് ഇങ്ങോട്ട് വന്നാൽ ഇരട്ടി സ്പീഡിലാണ് വരുന്നത്. അതും ഈ ബ്ലോക്കുകൾ എല്ലാ റോഡും ബ്ലോക്കാണ്. തൃശ്ശൂർക്ക് ഇപ്പോൾ ഗുരുവായൂർ റോഡിലത്തെ ബസ്സൊക്കെ ആ വഴിക്കാണ് പോകണം. ഇപ്പോൾ നമ്മൾ അമലയിൽ ഈ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു കാറുകാരനെ വിളിച്ചാൽ നിങ്ങൾ ഇവിടുന്ന് ഗുരുവായൂർക്ക് വണ്ടി വരില്ല. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ എയർപോർട്ട് പോകണം, ഒന്നും വേണ്ട, ഒരു എറണാകുളത്തെ ആംബുലൻസിൽ കൊണ്ടുപോകണം. ആളുടെ ശവമായി എറണാകുളത്ത് എത്തുള്ള ഈ സ്ഥിതിക്ക് ഒരാൾക്ക് എയർപോർട്ട് പോകണമെങ്കിൽ 6 മണിക്കൂർ വേണം. ഇപ്പോൾ എന്ന് വെച്ചാൽ 3-4 സ്ഥലമാണ്. ഇപ്പോൾ കാറിൽ പോകണം, വിളിച്ചു പറയും ആമ്പല്ലൂർ കഴിഞ്ഞു, കൊടകര കഴിഞ്ഞു, ഓരോ ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് പറയണത്. ഈ MG റോഡിൻ്റെ സ്ഥിതി വളരെ 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 ശോചനീയമാണ്. റോഡ് മാത്രമല്ല, അപ്പുറത്തെ സ്ലാബ് മുഴുവൻ പൊളിഞ്ഞു കിടക്കണേ. ഞാൻ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ വീണിട്ട് അതെന്നാ മരിക്കാൻ പോകണമെന്ന് അറിയില്ല. എന്നാൽ ആൾക്കാരുടെ ജീവൻ ഒരു വിലയില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അതെ, ആള് മരിക്കുന്നതിന് മുമ്പ് ആ സ്ലാബെങ്കിലും ശരിയാക്കിയാൽ അത്രയും നല്ലത്. ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ ഡിജോ കാപ്പൻ, അതെ അതെ, അത് ഭയങ്കര കഷ്ടമാണ്. എല്ലാ അതിന്റെ മുകളിൽ കൂടെ ബസ് കയറി വരികയാണ്. ശരി, ഈ റോഡ് കേടാകുമ്പോൾ ഇതിന്റെ മുകളിൽ കൂടെ ബസ് കയറി വരിക, അപ്പൊ സ്ലാബ് പൊട്ടും. ശരി, മനസ്സിലായി. ഭയങ്കര കഷ്ടം സ്ലാബ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, March April ആയി കഴിഞ്ഞാൽ എല്ലാ റോഡും എവിടെയൊക്കെ ചെറിയ ചെറിയ റോഡുണ്ടോ അതൊക്കെ പോയിട്ട് അറിയും. എന്നുവെച്ചാൽ അതൊക്കെ പിറ്റേ ദിവസം കേടുവരും. വണ്ടികൾ പോകാത്ത വഴിക്കാനായിട്ട് അറിയണം. ഈ MG റോഡൊക്കെ BNTC ടാർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലമെങ്കിലും നിൽക്കും. പണ്ട് ഈ ഇംഗ്ലീഷുകാർ ചെയ്ത എന്താ പറയുക കോൺക്രീറ്റ് ടാറുണ്ടായിരുന്നു. ആ ടാറിനൊന്നും ഒരു കേടും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പോയി ഇപ്പോൾ കംപ്ലീറ്റ് തൃശ്ശൂർ റൗണ്ടിൽ വരെ ഇനി അടുത്ത പുലിക്കളിക്ക് റോഡ് ടാർ ചെയ്യും. അപ്പോഴും ഒരു തട്ടിപ്പിടാറി പുലിക്കളി 2ാമത്തെ ദിവസം പൊളിയും. ശരി, പ്രോപ്പറായിട്ട് ടാറിങ് നടത്തുന്നില്ല എന്നൊക്കെയാണ് നാട്ടുകാർ പരാതി പറയുന്നത്. ഓക്കെ, ഫൈൻ. ശരി ശരി സത്യം. ശരി 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 ശ്രീ ഡിജോ കാപ്പൻ, ഇപ്പൊ നമ്മള് ദേശീയപാത പണിതുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ദേശീയപാതയിലൂടെ പോവുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. പ്രത്യേകിച്ച് രാത്രിയിൽ ഡ്രൈവ് ചെയ്ത് പോയാൽ എവിടെയാണ് റോഡ് ഉള്ളത്, എവിടെയാണ് റോഡ് ഇല്ലാത്തത്, എവിടെയൊക്കെ ഡൈവേർഷൻ ഉണ്ട് എന്ന കാര്യം നേരാവണ്ണം മനസ്സിലാവില്ല. പകൽ പോയാൽ വലിയ ബ്ലോക്ക് ആയിരിക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പോൾ ഹൈവേ വഴി പോകാൻ
കഴിയില്ല, അല്ലെങ്കിൽ ഹൈവേ ചൂസ് ചെയ്യുക എന്നുള്ളത് ഒരു തരത്തിലും ബുദ്ധിയുള്ള കാര്യമല്ല. പക്ഷേ ഹൈവേ വഴി പോകുന്ന ധാരാളം ആളുകളുണ്ടല്ലോ, പുറത്തുനിന്ന് വരുന്ന ലോറികളും മറ്റു വാഹനങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇവയൊക്കെ ഈ ദേശീയപാത പണിത് തീരുന്നത് വരെ അപകടമില്ലാതെ എങ്ങനെ പോകും എന്നുള്ളത് വലിയ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രിക്കോഷൻസും അതുപോലെ തന്നെ കൃത്യമായ വാർണിംഗ് സിഗ്നൽസും ഒക്കെ ഉറപ്പാക്കാൻ കഴിയാതെ പോകുന്നത് അതിനൊരു പ്രയോറിറ്റി ഇല്ലാത്തത് കൊണ്ടാകുമോ? നിശ്ചയമായിട്ടും അതുകൊണ്ടാണ്. ഇവിടെ മുമ്പ് സംസാരിച്ച ഉപേന്ദ്രനാരായണൻ ബഹുമാനപ്പെട്ട നയനാരെ കുറിച്ച് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, നയനാരെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന 97 ഇതുപോലെ ജൂൺ മാസത്തിൽ അപകടങ്ങൾ കൂടിയപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാൻ ആയിക്കൊണ്ട് 10 അംഗ IAS IPS ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. കേരളത്തിലെ റോഡ് അപകടങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകണം, ഉടൻ നടപ്പാക്കുമെന്ന് പറഞ്ഞു. അന്നത്തെ പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ സ്പീഡിനെ കുറിച്ചായിരുന്നു. അതായത് കേരളത്തിൽ 1964 വെറും 1 ലക്ഷം വാഹനങ്ങൾ ഉണ്ടായിരുന്നത് 97 അത് 13.5 ലക്ഷം വാഹനങ്ങളായി. ഈ 64 റണ്ണിങ് ടൈമാണ് കേരളത്തിലെ ബസ്സുകൾക്ക് 97. അപ്പോൾ അതുകൊണ്ട് ഈ ബസ്സുകളുടെ റണ്ണിങ് ടൈം കൂട്ടണം എന്നായിരുന്നു അന്നത്തെ ഒരു പ്രധാന ശുപാർശ. അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ ചെക്കിങ്, പ്രത്യേകിച്ച് ടിപ്പർ പോലെയുള്ള വാഹനങ്ങളുടെ ചെക്കിങ്ങും വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. വളരെ വിരോധാഭാസം എന്ന നിലയിൽ ഇതിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ സുപ്രീം കോടതി കേസിന് പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു കേരള ഹൈക്കോടതി ഇത് പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്ന വക്കീലന്മാർ ഇവിടെ വാദിക്കുകയും നമ്മുടെ സർക്കാരിൻ്റെ വക്കീലന്മാരുടെ വാദത്തിൽ അവർ മേൽക്കൈ നേടുകയും ചെയ്ത് ഈ സ്വകാര്യ ബസ്സുകളുടെ ആ ആവശ്യത്തിന് അനുകൂലമായിട്ട് ഹൈക്കോടതി വിധി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ റണ്ണിങ് ടൈം കൂട്ടാൻ സമ്മതിച്ചില്ല. അതോടൊപ്പം തന്നെ ടിപ്പർ ലോറികളിലെ ചെക്കിങ്ങിനെ കുറിച്ച് ഇത് സീരിയസ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പം നമുക്കറിയാം മെട്രോയുടെ പണിയൊക്കെ അതിന് ശേഷം പിന്നീട് നടന്നപ്പം നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, ഇവർ സമരം നടത്തിയിട്ട് എന്താ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ പണി, ടിപ്പറുകളെ പണി മുടക്കി കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾ മുരടിക്കും, അതുകൊണ്ട് ടിപ്പറുകൾ പരിശോധിക്കേണ്ടെന്നും പറഞ്ഞ് എറണാകുളം കളക്ടർ ഓർഡർ ഇറക്കി യോഗം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് സംഘടിതരായ ആളുകൾ, അത് ട്രേഡ് യൂണിയൻ ആണെങ്കിലും ഉടമകളാണെങ്കിലും ജനങ്ങളുടെ ജീവനേക്കാൾ അവരുടെ സംഘടനാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിയമത്തെ വളച്ചൊടിക്കുന്നത് തന്നെ ആണ് കേരളത്തിലെ അപകടങ്ങൾ കൂടാൻ കാരണം. അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ, ഇവിടെ നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് എക്സ്പ്രസ് ഹൈവേ എന്ന കൺസെപ്റ്റ് 2003 കേരളത്തിൽ അനൗൺസ് ചെയ്തു. അന്ന് മുനീർ PWD മന്ത്രി VK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് പറഞ്ഞത് കേരളം നടുവേ പിളർന്നു പോകുമെന്നാണ് പറഞ്ഞത് എക്സ്പ്രസ് ഹൈവേ വന്നാൽ. അന്ന് 300 രൂപയ്ക്ക് ടോള് വരും. അപ്പം അന്ന് ട്രെയിനിനൊക്കെ 160 രൂപയേ ഉള്ളൂ. ഈ 160 രൂപയ്ക്ക് ട്രെയിനിൽ പോകുമ്പോൾ 300 രൂപ ടോള് കൊടുത്ത് പോകണോ എന്നുള്ള ചോദ്യം ഉയർത്തി കേരളം പിളർന്നു പോകുമെന്ന് പറഞ്ഞു. ഇപ്പം എന്താ, ഇപ്പം അത് അന്ന് 100 മീറ്റർ വീതിയിലായിരുന്നു. അന്ന് 100 മീറ്റർ വീതിയിൽ എക്സ്പ്രസ് ഹൈവേ പണിയാൻ 6600 കോടി രൂപയായിരുന്നു ചിലവ്. ഇന്ന് നമുക്കറിയാം ഈ 45 മീറ്റർ വീതിയിൽ പണിയുന്ന നമ്മുടെ നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതിൻ്റെ പകുതി പണം നമ്മൾ ചിലവാക്കിയത് തന്നെ 6400 കോടി രൂപയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ റോഡിൽ ഈ നാഷണൽ ഹൈവേയിൽ ഈ അത്യാഹിതം ഉണ്ടാകുന്നത്. എന്താ വെച്ചാൽ വെർട്ടിക്കലായിട്ട് ഈ ഭിത്തികളെല്ലാം മണ്ണെരിഞ്ഞെടുത്തു. അതേസമയം 100 മീറ്റർ ആയിരുന്നെങ്കിൽ അത് ഘട്ടം ഘട്ടമായിട്ട് പ്രോപ്പറായിട്ട് ഓടയും വെട്ടി വന്നിരുന്നെങ്കിൽ ഈ നാഷണൽ ഹൈവേയിൽ ഇപ്പോൾ ഉണ്ടായ ഈ കലാമിറ്റി ഉണ്ടാവില്ലായിരുന്നു. മാത്രമല്ല അന്ന് ഈ പറഞ്ഞതുപോലെ പാടങ്ങളിൽ കൂടി അന്ന് എലിവേറ്റഡ് ഹൈവേ ആയിരുന്നു പ്രപ്പോസ് ചെയ്തിരുന്നത്. അതിനെല്ലാം കൂടിയാണ് അന്ന് 6600 കോടി രൂപ ചിലവാകുമായിരുന്നത്. അപ്പം നമ്മൾ ഏത് കാര്യത്തിനും ആദ്യമേ എതിർക്കും. ആ എതിർത്തതിന് ശേഷം നമ്മൾ ചിറകെട്ടും. അപ്പോഴേക്കും ഒത്തിരി വെള്ളം ഒഴുകിപ്പോവും, ഒത്തിരി ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ കേരളത്തിൽ ഒരു വർഷം 4000-ന് മുകളിൽ ആളുകൾ മരിക്കുന്നു. എനിക്ക് മരിക്കുന്നവരെക്കാൾ വേദന അതിൻ്റെ പേരിൽ അംഗവൈകല്യം വന്ന് ജീവിതകാലം മുഴുവൻ ബെഡഡായിട്ട് കിടക്കുന്ന ആളുകൾ. അവർക്കും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അവരെ ശുശ്രൂഷിക്കാൻ അവരുടെ അമ്മയോ സഹോദരങ്ങളോ അല്ലെ ഭർത്താവോ ഭാര്യയോ ആ വീട്ടിൽ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് നല്ല റോഡുകൾ വേണം, അത് നന്നായിട്ട് പരിപാലിക്കണം, നമുക്ക് നല്ല ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാകണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെക്കിങ്ങാണ്. അരൂർ പാലക്കാട് റോഡിൽ 2006 24 അവേഴ്സ് ചെക്കിങ് നടത്തിയപ്പം 70% അപകടങ്ങൾ കുറഞ്ഞു എന്നാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ആ ചെക്കിങ് പിൻവലിച്ചു. അതിനൊക്കെ വേറെ പല ആരോപണങ്ങൾ അന്ന് സമൂഹത്തിൽ കേട്ടതാണ്. ഞാൻ അതിലോട്ട് പോകുന്നില്ല.
അപ്പം റോഡിൽ ഒരു പോലീസുകാരൻ നിപ്പുണ്ടല്ലേ, ഒരു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ കാക്കിയിട്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന ഡ്രൈവർമാർക്കൊരു ഫീലിംഗ് കാണും, നമ്മൾ അമിത വേഗം എടുക്കില്ല. ഇതിപ്പോൾ സിഗ്നലുകളിൽ നഷ്ടപ്പെടുന്ന സമയം വീണ്ടെടുക്കാനായിട്ട് പിന്നെ ഓരോ സിഗ്നൽ കഴിയുമ്പോഴും അടുത്ത സിഗ്നലിലോട്ട് കുതിച്ചു പായുക. ആ സമയത്താണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 2 വീലർ വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത്, കേരളത്തിൽ സ്പീഡുകൾ എടുക്കാവുന്ന അല്ലെങ്കിൽ 240 കിലോമീറ്ററൊക്കെ സ്പീഡ് എടുക്കാവുന്ന വാഹനങ്ങളുണ്ട് 2 വീലർ. മാതാപിതാക്കളെ പറ്റിച്ച് പിള്ളേർ പറയാം ഇതിന് മൈലേജ് കൂടുതലാന്നൊക്കെ പറഞ്ഞ് ആ വാഹനം മേടിക്കും. പക്ഷെ അങ്ങനെ ഓടാൻ പറ്റിയ നിരത്ത് കേരളത്തിലില്ല. അതുകൊണ്ട് ഒരു മാന്യമര്യാദയ്ക്ക് പോകാവുന്ന, ഒരു മിനിമം സ്പീഡിൽ പോകാവുന്ന 2 വീലറുകളെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൊച്ചുമക്കളെ നമുക്ക് നഷ്ടപ്പെടും. ഓരോ ദിവസവും വരുന്ന ഇതുപോലത്തെ വേദനാജനകമായ വാർത്തകൾ നമുക്ക് മാതൃഭൂമി കൂടെ ചർച്ച ചെയ്യാൻ ഇടവരാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രൈവിംഗ് സംസ്കാരം നന്നാകണം, നമ്മുടെ റോഡുകൾ നന്നാവണം, കർശനമായ ചെക്കിംഗ്, അത് മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും കർശനമായ ചെക്കിങ്ങും ഈ രംഗത്ത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ പറ്റൂ. തീർച്ചയായിട്ടും. ശ്രീ ഉപേന്ദ്രൻ നാരായൺ, ഒരു റോഡ് സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഇവിടെ ദീർഘമായി തന്നെ ശ്രീ ദിജോ കാപ്പൻ സംസാരിച്ചു. നമുക്കിപ്പോൾ ഈ മഴക്കാലത്ത് അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന ഒരു മുൻധാരണയോടുകൂടി വണ്ടി ഓടിക്കുക, ഡിഫെൻസീവായി ഡ്രൈവ് ചെയ്യുക എന്ന ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ പല അപകടങ്ങൾ ഈ മഴക്കാലത്ത് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ റോഡ് പ്രതിയായിട്ടുള്ള അപകടങ്ങളുണ്ട്, വാഹനങ്ങളുടെ മോശം കണ്ടീഷൻ പ്രതിയായിട്ടുള്ള അപകടങ്ങളുണ്ട്, അമിത വേഗം പ്രതിയായിട്ടുള്ള അപകടങ്ങളുണ്ട്, ഡ്രൈവറുടെ പിഴവ് പ്രതിയായിട്ടുള്ള അപകടങ്ങളുണ്ട്. പക്ഷേ അപകടങ്ങൾ, റോഡ് അപകടം മൂലമുള്ള മരണം എന്ന് പറയുന്നത് 3000-ന് മുകളിൽ അതിഭീഷണമായ നിലയിൽ തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ റോഡെല്ലാം ദേശീയപാത 100% പൂർത്തീകരിച്ചാൽ അപകടം തീരുമെന്ന് വിചാരിച്ചാൽ അതിന് സാധ്യതയില്ലെന്ന് മാത്രമല്ല, വേഗം മൂലം അപകടങ്ങൾ കൂടാനുള്ള സാധ്യത അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു റോഡ് അവയർനെസ് ഏത് നിലയ്ക്കാണ് നൽകാൻ കഴിയുക? അഭിലാഷ്, വളരെ നല്ലൊരു പോയിന്റ് അങ്ങ് പറഞ്ഞത്. പക്ഷേ ഞാൻ തുടങ്ങുന്നത് ശ്രീ MK ഹരിദാസ് പറഞ്ഞിടത്തുനിന്ന് തുടങ്ങണം. കാര്യം ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, ആർക്കാണ് കേരളത്തിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കണം എന്നുള്ള ഉത്തരവാദിത്വം. അതേപോലെ തന്നെ ഡിജോ കാപ്പൻ പറഞ്ഞ കാര്യം, ഡോക്ടർ മുനീർ അന്ന് ഒരു എക്സ്പ്രസ് ഹൈവേയെ പറ്റി പറഞ്ഞു, 10,000 കോടി കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ മലേഷ്യൻ കമ്പനികളുമായിട്ടൊക്കെ ചർച്ച നടത്തി ഒരു DPR ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ആ റോഡ് വന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന് ഇന്നത്തെ ഗതികേടുണ്ടാകില്ലായിരുന്നു. കാര്യം ഈ പതിബൽ എന്നുള്ള കമ്പനി, മലേഷ്യൻ കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിലെ കൂട്ട് മഴയുള്ള ഒരു രാജ്യമാണ് മലേഷ്യ. അവിടുത്തെ റോഡുകളൊക്കെ തന്നെ ഒരിക്കലും പൊളിയാത്തതായിട്ട് പണിയാൻ അറിയാവുന്ന എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സുമാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ ശ്രീ ഡോക്ടർ മുനീറിൻ്റെ ശാപം നമുക്കുണ്ട്, ഞാൻ തുറന്നു പറയുകയാണ്. അതേപോലെ ശ്രീ ഹരിദാസ് പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി. ഇപ്പം ഞാൻ അങ്ങയോട് പറയാം, ഞാൻ മിക്ക റോഡ് അപകട കേസിലും പരിഹാര മാർഗങ്ങൾ കൊടുക്കുന്നതാണ്. ഈ പോലീസ് കമ്മീഷണർ തൃശ്ശൂരിനെ ഞാൻ പല പ്രാവശ്യം പോയി കണ്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു 1000 കോൺ മേടിച്ചു വെക്ക്, ഞാനത് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് മേഖലയിൽ കോൺക്രീറ്റ് ബോൾട്ട് ഇട്ടിട്ട് ഞാൻ പണിതു തരാം, അപകടങ്ങളെല്ലാം നമുക്ക് പമ്പ് കടത്താം. പക്ഷേ ഈ പർട്ടിക്കുലർ ആക്സിഡൻറ്റ് അതിന് മുമ്പ് 2 മാസം മുമ്പ് നടന്ന അപകടം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു അവിടെ 2 കോൺ വെച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഉത്തരവാദിത്തമാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത്. പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്ത കുറവാണ് ഓരോ പ്രിയമാതിരി ഓരോ അനാഥരെയും സൃഷ്ടിക്കുന്നത്. പിന്നെ ദേശീയപാതയിൽ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ ഈ കോൺട്രാക്ടർക്ക് ബിൽ ഓഫ് ക്വാണ്ടിറ്റി, അതായത് അവർക്ക് വർക്ക് അവാർഡ് ചെയ്യുമ്പോൾ റോഡ് സേഫ്റ്റി, ട്രാഫിക് ഡൈവേർഷന് വേണ്ട ബാനറുകൾ, ബോർഡുകൾ, ബ്ലിങ്കറുകൾ, ഫ്ലഡ് ലൈറ്റുകൾ ഇതെല്ലാം പിടിപ്പിക്കണം. ഇത് ഒരിടത്തുമില്ല. അപ്പോൾ അയാൾക്കെതിരെ ആര് കേസ് കൊടുക്കും? ഇപ്പം ഞാനിപ്പോൾ ജില്ലാ കളക്ടർ ആലപ്പുഴയായിട്ട് സംസാരിച്ചു, അവിടുത്തെ SP ആയിട്ട് സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ തൃശ്ശൂർ SPയോ കളക്ടറെയോ NHAയുടെ പ്രോജക്ട് ഡയറക്ടർ പറഞ്ഞാൽ കേൾക്കില്ല. നമുക്ക് അയാളെ പിടിച്ച് തല്ലാൻ പറ്റുമോ? ആൾക്കാർ സത്യം പറഞ്ഞാൽ സഹിയിട്ട് നിൽക്കുകയാണ്. മനുഷ്യന് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ പോരാ. നമ്മുടെ സ്റ്റേറ്റിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വേണം. അവർ നികുതി പണത്തിൽ നിന്ന് ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യണം. ഇതെല്ലാം നിസ്സാര കാര്യം കൊണ്ടാണ് ഓരോ കുടുംബം അനാഥമാകുന്നത്. അതിനകത്ത് കൾപ്രിറ്റിനെ പിടിക്കണം, കുറ്റവാളിയെ പിടിച്ച് ജയിൽ ശിക്ഷ കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാകണം. പക്ഷേ താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, ഈ 17 പോലീസ് ജില്ലകൾക്ക് റോഡ് സേഫ്റ്റി സെല്ല്, നമ്മുടെ റോഡ് സേഫ്റ്റി സെസ് ഇരിക്കുന്നതിൽ നിന്ന് ഒരു 17 കോടി രൂപ ഈ മൺസൂൺ ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സൈൻ ബോർഡുണ്ട്, ബ്ലിങ്കറുണ്ട്, കോണുണ്ട്. അത് ഉടനടി ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും വിഷ്ണുമാരിങ്ങനെ റോഡിൽ പൊലിയാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.
തീർച്ചയായിട്ടും ഇതുപോലെ ഒരു അപകടം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാതെ എന്ത് ചെയ്യാൻ കഴിയും. റോഡ് സുരക്ഷ വളരെ പ്രധാനമാണ്. റോഡുകളുടെ നല്ല കണ്ടീഷൻ വളരെ പ്രധാനമാണ്. ആ റോഡുകളുടെ കണ്ടീഷൻ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഓരോരുത്തരും. ഇവിടെ തൃശ്ശൂർ കോർപ്പറേഷനാണ്, PWD റോഡുകളിൽ സംസ്ഥാന സർക്കാരിനാണ്, ദേശീയപാതയിൽ ദേശീയപാത അതോറിറ്റിക്കാണ്. ആ ഉത്തരവാദിത്വം അവർ കൃത്യമായി നിറവേറ്റിയാൽ ഇതുപോലെയുള്ള അപകടങ്ങൾ, ഇതുപോലെയുള്ള മനുഷ്യക്കുരുതികൾ ഒഴിവാകും. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയിട്ട് ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീമതി പ്രിയ, നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അപേക്ഷ നൽകിയ കാര്യം പറഞ്ഞു. ദേശീയപാത അതോറിറ്റിയോ ഈ ഭാഗത്തെ റോഡ് പണി നടത്താൻ കരാർ ഏറ്റെടുത്തിട്ടുള്ള കോൺട്രാക്ടർമാരോ എപ്പോഴെങ്കിലും ബന്ധപ്പെടുകയോ ഈ അപകടം സംബന്ധിച്ച് എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിയമപരമായി അഭിഭാഷകൻ മുഖേന എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടോ? ദേശീയപാത അതോറിറ്റീൻ്റെ ഭാഗത്തുനിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. കോൺട്രാക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വന്നിട്ടൊരു 3 lakh ഇനീഷ്യൽ പേയ്മെൻറ്റ് തന്നത്. പിന്നെ ഇപ്പം ഈ ചർച്ചയിൽ തന്നെ ഒരാൾ പറയുകയുണ്ടായല്ലോ, ഇങ്ങനെയൊരു അപകടം നടന്നാൽ ഉടനടി ഒരു സഹായം അത് ഗവൺമെൻറ് കൊടുക്കേണ്ടി വരും എന്ന് വന്നാലെങ്കിലും ഗവൺമെൻറ് വേണ്ട തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോയെന്നെങ്കിലും ചെക്ക് ചെയ്യുമായിരിക്കും. എനിക്കിതുവരെ അങ്ങനെ ഒരു സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ദേശീയപാത അതോറിറ്റിക്കാരും തന്നെ വന്നിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത് നാഷണൽ ഹൈവേ അല്ലേ, അത് നമ്മളുടെ ഭാഗമല്ല എന്നുള്ള ഇതാണെങ്കിൽ അവർ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ദേശീയപാത അതോറിറ്റി 2 മിനിസ്റ്റർമാരുള്ള നാടാണ് എൻ്റെ നാട്. PWD മിനിസ്റ്ററും ഈ നാട്ടുകാരൻ തന്നെയാണ്, എൻ്റെ സ്വന്തം നാട്ടുകാരൻ തന്നെയാണ്. പക്ഷേ ആരുടെ ഭാഗത്തുനിന്നും ഒരു സഹായം എനിക്ക് വന്നിട്ടില്ല. ആരുടെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ ഒരു നഷ്ടം ഉണ്ടായിട്ടും എന്നുള്ളതാണ്. കേവലമായ ഒരു അപകടം എന്നുള്ളതിനപ്പുറത്ത് റോഡ് മൂലമുണ്ടായ അപകടം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ശ്രീ MK ഹരിദാസ്, ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾ പറയണമല്ലോ. ഞാൻ ഈ അപകടത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. 2026 മുമ്പ്, അതായത് 2025 ഡിസംബറിൽ തന്നെ ദേശീയപാത പൂർത്തീകരിക്കും എന്നുള്ളതാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി പറയുന്ന ഉറപ്പ്. പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഈ റോഡ് കണ്ടാൽ അറിയാം. പ്രത്യേകിച്ച് ഈ എറണാകുളം തിരുവനന്തപുരം സ്ട്രെച്ച് 40% പോലും ആയിട്ടില്ല. നമുക്കറിയാം അരൂർ മുതൽ അങ്ങോട്ടുള്ള ആലപ്പുഴ വരെയുള്ള യാത്ര എന്ന് പറയുന്നത് എത്ര ദുഷ്കരമാണെന്നറിയാം. കൊല്ലം തിരുവനന്തപുരം യാത്ര എത്ര ദുഷ്കരമാണ് എന്നറിയാം. അപ്പോൾ ഇത് സമയബന്ധിതമായി തീർക്കുന്നില്ല എന്ന പ്രശ്നം, അത്രയും സമയം നമ്മൾ ഈ ബുദ്ധിമുട്ടും ട്രാഫിക് ബ്ലോക്കും അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ സൂചനകൾ, കൃത്യമായിട്ടുള്ള മാർക്കുകൾ ഇല്ലാത്തത് വഴി ഈ ഇല്ലാത്ത റോഡിലേക്ക് ആളുകൾ പ്രവേശിച്ച് അവിടെ ദുരന്തങ്ങൾ ഉണ്ടാവുന്നതും ആവർത്തിക്കുകയാണ്. ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള അപകടം നേരത്തെ പ്രിയ സൂചിപ്പിച്ചു. ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള അപകടവും ഇതുപോലെ ദേശീയപാതയിലാണ്. അപ്പോൾ ഈ കാര്യത്തിൽ NHAI നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം ഒരു തരത്തിലും നിർവഹിക്കുന്നില്ല എന്നുകൂടി കാണേണ്ടി വരുമോ? പ്രത്യേകിച്ച് നമുക്കറിയാം മലപ്പുറത്ത് അപകടം നടന്ന സമയത്ത് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ വെളിപ്പെടുത്തപ്പെട്ട വിവരങ്ങൾ തന്നെ എത്രമാത്രം മോശമായ നിലയിലാണ് ഇതിന്റെ മേൽനോട്ടം എന്ന് വ്യക്തമാക്കുന്നതുമാണ്. എനിക്കും അഭിലാഷിനും ശ്രീ ഉപേന്ദ്രനാരായണനും ഡിജോ കാപ്പനും ചെയ്യാൻ പറ്റാത്ത പലതും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ NHAI കൊണ്ട് ചെയ്യിക്കാൻ പറ്റും അഭിലാഷേ. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, ഇത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾക്കുള്ള മുന്നറിയിപ്പ് വയ്ക്കാതെ, ഇത്തരത്തിൽ എവിടെയൊക്കെയാണോ വർക്ക് നടക്കുന്നത് അവിടെയൊക്കെ നമ്മുടെ പോലീസിനെ കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു പെട്രോളിങ് നടത്തിച്ചാൽ അവിടെയൊക്കെ അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനാവും. അത് ഉപേന്ദ്രനാരായണനോ MK ഹരിദാസോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ? സാർ ഇവിടെ അങ്ങനെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്, ആ കുഴി വലിയ കുഴിയാണ്, അതിൻ്റെ വക്കത്തു കൂടി വേണം 2 വീലർ ഓടിച്ചു പോകാൻ, ഏത് സമയത്തോ കുഴിയിലേക്ക് വീഴും, അവിടെ എന്തെങ്കിലും ഒരു അപകട സൂചന വെക്കൂ എന്ന് നമ്മൾ പറഞ്ഞാൽ പോലീസുകാർ കേൾക്കുമോ? കേൾക്കില്ല. അതിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ആലപ്പുഴയിലെ ഒരു ഓമനക്കുട്ടൻ മരിച്ചിട്ട് നിങ്ങളുടെ 224ൻ്റെ ചർച്ചയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓമനക്കുട്ടൻ്റെ കുടുംബം അനാഥമായി, പ്രിയയുടെ കുടുംബം അനാഥമായി, ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ തൃശ്ശൂർ മരിച്ച ആ ചെറുപ്പക്കാരൻ്റെ കുടുംബം അനാഥമായി. അപ്പോഴൊക്കെയും നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ നോക്കുകുത്തിയായിട്ട് ഇരിക്കുന്നത് ഇതിലത്തെ വലിയൊരു പ്രശ്നമാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ യാതൊരു വിലയുമില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരുടെ ജനങ്ങളുടെ സമയത്തിന് പോലും വിലയില്ല. ഗുരുവായൂർ സ്വദേശിയായ ഞാൻ
കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ അങ്കമാലി ചാലക്കുടി തൃശ്ശൂർ വഴി ഗുരുവായൂരിലേക്ക് എത്താൻ 8.5 മണിക്കൂർ എടുത്തു, 93 കിലോമീറ്റർ ഓടിയെത്താൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ സംസ്ഥാന സർക്കാർ കാണുന്നില്ലേ? ഈ ടോൾ ഇപ്പോഴും പിരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഹൈക്കോടതി വിമർശനം ഉണ്ടായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ഒരു ചർച്ച നടത്താൻ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ KV തോമസ് എന്ന് പറയുന്ന ഒരാൾക്ക് ഭീകരമായ ശമ്പളം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഭീകരമായ ചെലവോട് കൂടിയിട്ട് ഡൽഹിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്, അയാൾക്കോ സാധിച്ചില്ല. നമ്മളിപ്പോഴും ടോള് കൊടുത്ത് ഇഴഞ്ഞ്, സത്യമാണ് അഭിലാഷ് ഞാൻ പറയുന്നത്, ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ വരെ ഞാൻ 2nd ഗിയറും 3rd ഗിയറും അല്ലാണ്ട് 4th ഉം 5th ഉം ഗിയർ ഇടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. കാരണം എല്ലാം കഴിഞ്ഞ് തൃശ്ശൂർ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സ്വസ്ഥമായിട്ട് പോകാമെന്ന്. ഇവിടെ ഇപ്പോൾ അധ്യാപകൻ പറഞ്ഞതുപോലെ തന്നെ പുഴയ്ക്കൽ കടക്കാനാണ് 1.5 മണിക്കൂർ എടുത്തിരിക്കുന്നത്, പുഴയ്ക്കൽ കടക്കാൻ. ഇനി ഇപ്പുറത്ത് കൂടെ കൊടുങ്ങല്ലൂർ വഴിക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വർക്കിനെ പെട്ടെന്നാണ് എന്ത് പറ്റുന്നത്, എവിടെയെങ്കിലും ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ റോഡിനെ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒന്നുകിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ചുവിടുന്നത്. അപ്പോൾ രാത്രിയാണെങ്കിൽ അവിടെ ഒരു സുരക്ഷാ ബോർഡും വെച്ചിട്ടില്ല, ഒരു സിഗ്നൽ ബോർഡും വെച്ചിട്ടില്ല. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ പിന്നിലത്തെ വാഹനങ്ങളില്ലാതെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ഇതേ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ട് പൈലിങ്ങിന് വേണ്ടിയിട്ട് കുഴിച്ച കുഴിയിലേക്കാവും വീഴുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ നാഷണൽ ഹൈവേയുടെ നമ്മുടെ പണി 2030 പോലും തീരുന്നില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ നാഷണൽ ഹൈവേയുടെ പണി കഴിയുന്നതിനിടയ്ക്ക് എത്ര പേർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വരും, എത്ര പേർക്ക് കയ്യും കാലും ഒടിഞ്ഞിട്ട് ആസ്പത്രിയിൽ കിടക്കേണ്ടി വരും എന്ന് പറയാൻ വയ്യാത്ത വിധത്തിലെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് നാഷണൽ ഹൈവേ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്വ കുറവിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നാഷണൽ ഹൈവേ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഒരു പൊതുപ്രവർത്തകനോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് സാധാരണക്കാർക്കോ നികുതിദായകർക്കോ സാധിക്കില്ല. അതിന് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണം. എവിടെയൊക്കെ എന്തൊക്കെ ഇപ്പോൾ ഉപേന്ദ്രനാരായണൻ പറഞ്ഞത് കേട്ടില്ലേ, ഓരോ ടെൻഡറിലും ഇത്തരത്തിലുള്ള വർക്ക് നടക്കുന്നിടത്ത് ഇത്ര കോടി രൂപ എന്തിനു വേണ്ടി മാറ്റിവെക്കണം? അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടി മാറ്റിവെക്കണം. എന്താണ്, ഏത് കോൺട്രാക്ടറാണ് ചെയ്യുന്നത്? ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് അഭിലാഷേ, 1 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 75 പൈസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അഴിമതി കൂടാതെ നടന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇന്ന് തൃശ്ശൂർ മരിച്ചിട്ടുള്ള ഒരു രക്തസാക്ഷിയെ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, പ്രിയ വിധവയാകില്ല. പക്ഷെ അതുപോലും നടത്താൻ നമ്മുടെ നിലവിലെ വ്യവസ്ഥിതി നമ്മളെ അനുവദിക്കാതെ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ റോഡ് മൂലം മരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യവുമാണ്. അതാണ് ഇന്ന് തൃശ്ശൂരിൽ നടന്നത്. കോർപ്പറേഷന്റെ റോഡിൽ കുഴി വെട്ടിക്കാൻ ഉള്ള ശ്രമത്തിനിടെ വണ്ടി മറിഞ്ഞ് റോഡിൽ വീണ് പുറകിൽ നിന്ന് വന്ന ബസ് കയറി ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. അയാളുടെ അമ്മ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയാണ്. നമ്മുടെ റോഡുകളിൽ പല റോഡുകളിലും സമാനമായ സാഹചര്യമുണ്ട്. അപ്പോൾ അധികൃതർ ഇക്കാര്യത്തിൽ ഉയർന്ന നിലവാരത്തിലുള്ള നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.